നമസ്കാരം, ഫുട്ബോൾ പേരിന്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നലെ ധാരാളം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള മാച്ചുകൾ നടക്കുന്നുണ്ടായിരുന്നു, എസ്പെഷ്യലി പ്രീമിയർ ലീഗിൽ. പക്ഷെ നമ്മൾ ലീഗിൽ നിന്ന് തുടങ്ങേണ്ട ആവശ്യമുണ്ട്. ഈ വീഡിയോ മൈറ്റ് ബി ടു ലോങ്, കാരണം ഞാൻ എല്ലാ മാച്ചും ഉൾപ്പെടുത്തി ചെയ്യാനായിട്ട് നോക്കുവാണ്. ഒരു സെക്കൻഡ് വീഡിയോ ആയിട്ട് നമ്മുടെ സെക്കൻഡ് ചാനൽ അപ്ലോഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. സോറി വീഡിയോയുടെ ലെന്ത് കൂടുവാണെങ്കിൽ. പക്ഷേ പ്ലീസ് ഡു, ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ നേരെ വീഡിയോയിലോട്ട് കിടക്കുകയാണെങ്കിൽ, റയൽ മാഡ്രിഡ് ഇന്നലെ 2-0 സെവിയനെ ഹോമിൽ തോപ്പിക്കുന്ന സിനാരിയോ നമ്മൾ ഇപ്പം നിങ്ങൾ സ്റ്റാർട്ട്സ് ഈ ഒരു മാച്ചിനെ നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാം 3ഓളം ബിഗ് ചാൻസ് സെവിയ ക്രിയേറ്റ് ചെയ്തതിൽ 3 അവർ മിസ് ചെയ്യുന്ന സിനാരിയോ നമ്മൾ കണ്ടു. അപ്പോഴത്തെ റയൽ 4 ബിഗ് ചാൻസ് റയലും മിസ് ചെയ്തിട്ടുണ്ട്. റയലിന് നമുക്കറിയാം അവരും ധാരാളം ചാൻസുകൾ മിസ് ചെയ്യുന്ന ഒരു സൈഡാണ്. പക്ഷേ ഇന്നലത്തെ റയലിന്റെ പെർഫോമൻസ് കൺവിൻസിങ് ആയിരുന്നു എന്ന് ചോദിച്ചാൽ അല്ല. പോസ്റ്റ് മാച്ച് ടീബോ കോർട്ടോ ആണെങ്കിലും വന്നിട്ട് പറഞ്ഞത് അത് തന്നെയാണ്, ഞങ്ങൾ ഇതിലും ബെറ്റർ ആയിട്ട് കളിക്കണം എന്നുള്ളത് ടീബോ കോർട്ടോ ഇന്നലെ തുറന്നു പറഞ്ഞു. അതിന് ഇന്നലെ ടീബോ കോർട്ടോ ഇല്ലാതെങ്കിൽ ഹൂനോസ് കളി കംപ്ലീറ്റ്ലി മാറിയാനെ. ഇസാക്ക് റൊമേറോ ഇന്നലെ വേസ്ഫുൾ അല്ലായിരുന്നെങ്കിൽ ഒന്നും പറയാൻ പറ്റത്തില്ല. സെവിയ മൈറ്റ് ബി ഒരു പോയിന്റിൽ ഇവിടുന്ന് വന്ന് എടുത്തുകൊണ്ട് പോയാൽ. പക്ഷെ ഇവഞ്ച്വലി അറ്റ് ദ എൻഡ് വി ക്യാൻ സേ ഓക്കെ, ഒരു 2-0 വിക്ടറി, കുഴപ്പമില്ല, 3 പോയിന്റുമായിട്ട് പോയി. പക്ഷെ നമ്മൾ ഈ ഒരു പെർഫോമൻസിനെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ ദർ വെർ ബൂസ്. സാന്റിയാഗോ ബെർണബേയിൽ എസ്പെഷ്യലി വിനീഷ്യസ് ജൂനിയറിനെ ഹൗസനെയാണ് ടാർഗറ്റ് ചെയ്തതെന്നാണ് പിന്നീട് എക്സിലൊക്കെ കാണുന്നത് കണ്ടു. മാച്ചിനിടയ്ക്കോ അങ്ങനത്തെ ഒരു ഫീൽ ഉണ്ടായിരുന്നു. ബട്ട് എന്തുകൊണ്ട് ഹൗസനെ വിസിൽ ചെയ്ത് എന്തുകൊണ്ട് വിനീനെ വിസിൽ ചെയ്തു എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ചോദിക്കുന്ന വരും. ഓക്കെ, വിനീഷ്യസ് ജൂനിയർ ഇന്നലത്തെ മാച്ചിലെ പെർഫോമൻസ് മോശമൊന്നുമല്ലായിരുന്നു. ഇന്നലെ മാച്ചിൽ നമ്മൾ നോക്കുവാണെങ്കിൽ വിനീഷ്യസ് ജൂനിയറിന്റെ പെർഫോമൻസ് വാസ് ഓക്കെ. ഇന്നലെ ആൾ അത്യാവശ്യം വർക്ക് ലോഡ് എടുക്കുന്നുണ്ടായിരുന്നു. 13-ൽ 10 ഗ്രൗണ്ട് ഡ്യൂൾസ് ആൾ വിൻ ചെയ്തു. 6ഓളം സക്സസ്ഫുൾ ട്രിബിൾസ് ഉണ്ടായിരുന്നു. സോ ആളുടെ പെർഫോമൻസ് ഇന്നലെ മോശമായിരുന്നു എന്ന് എനിക്കൊരു ഫീൽ ഉണ്ടായില്ല. അപ്പുറത്തെ ഹൗസിന്റെയും പെർഫോമൻസ് ഒരു സിറ്റുവേഷനിൽ ആൾ ചീപ്ലി ബോൾ ഗിയോയെ ഒഴിച്ചു നിർത്തിയാൽ അങ്ങനെ മോശമല്ലായിരുന്നു. ഇന്നലെ ശരിക്കും ഡിഫൻസിൽ ഒരു വീക്ക് ലിങ്ക് ആയിട്ട് തോന്നിയത് റുഡിഗറാണ് ചില സിറ്റുവേഷൻസിൽ. സോ എന്തിന് ഹൗസനിലോട്ടും മിസ്സിന് ടാർഗറ്റ് ചെയ്തു, ഐ ഡോണ്ട് നോ. പക്ഷെ ഇന്നലത്തെ പെർഫോമൻസ് കണ്ടിട്ട് ഫാൻസ് ഫ്രസ്ട്രേറ്റഡ് ആയിട്ടുണ്ടെങ്കിൽ ഐ ക്യാൻ അഗ്രി വിത്ത് ദാറ്റ്. കാരണം മൊമെന്റ്സ് ഉണ്ടായിരുന്നു. റയലിന്റെ പെർഫോമൻസ് ഇന്നലെ കൺവിൻസിംഗ് അല്ലായിരുന്നു. സോ ഇൻഡിവിജ്വലി റയൽ മാഡ്രിഡ് പ്ലേയേഴ്സിന്റെ മോശം പെർഫോമൻസ് ഞാൻ പറയത്തില്ല. ഇന്നലെ നമ്മൾ കണ്ടു, ഇപ്പം ലാസ്റ്റ് ഇയറിൽ കാർലോ ആൻസലോട്ടി റോഡ്രിഗോനെയും വിനീനെയും എംബാപ്പനെയും ബെല്ലിംഗമിനെയും സെയിം ടൈം പിച്ചിൽ ഇറക്കാൻ നോക്കുന്നു. ആ ലൈനപ്പ് തന്നെയാണ് നമ്മൾ ഇന്നലെ കണ്ടത്. ഇവരെ 4 പേരും സെയിം ടൈം പിച്ചിട്ടുണ്ടാകും. ഓക്കെ, ഇഞ്ചറി ഇഷ്യൂസും ഒരു ഫാക്ടർ ആവാം. ഇപ്പം റയൽ മാഡ്രിഡ് ഞാൻ 100% അഗ്രി ചെയ്യുന്നു. ഇഞ്ചറി ഇഷ്യൂസ് ധാരാളം ഹിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സൈഡാണ് റയൽ മാഡ്രിഡ്. ആൻഡ് അൽവാരോ കരാറാസിന്റെ സസ്പെൻഷനും എല്ലാം ഒരു ഫാക്ടറാണ്. പക്ഷേ റയൽ മാഡ്രിഡിന്റെ കയ്യിൽ നിന്ന് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് പെർഫോമൻസ് ഫാൻസ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. കാരണം ഇൻഡിവിജ്വലി ഇന്നലെ ആണെങ്കിൽ ഇവരുടെ ബെല്ലിംഗം ആയിരുന്നു മാൻ ഓഫ് ദ മാച്ച്. ബെല്ലിംഗം വാസ് നോട്ട് ബാഡ്. എംബാപ്പ ഇന്നലെ കുറച്ച് ഓവർലി ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ റെക്കോർഡ് ബ്രേക്ക് ചെയ്യാനായിട്ടുള്ള ശ്രമത്തിലായിരുന്നു. സോ ഇന്നലെ ആ പെനൽറ്റി ഗോൾ സ്കോർ ചെയ്തുകൊണ്ട് ഒരു സ്യൂസ് സെലിബ്രേഷൻ ഇട്ടുകൊണ്ട് ആള് ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ റെക്കോർഡിനൊപ്പം എത്തിയിരിക്കുകയാണ്. ക്രിസ്ത്യാനോ 2013 50 കളികളിൽ നിന്ന് 59 ഗോളുകൾ നേടിയിരുന്നു ഒരു സീസണിൽ റയൽ മാഡ്രിഡിന് വേണ്ടി. ആ റെക്കോർഡ് മാച്ച് ചെയ്തിരിക്കുകയാണ്. 59 കളികളിൽ നിന്ന് 59 ഗോൾസ് 2025 കിലിയൻ എംബാപ്പെ നേടിയിരിക്കുകയാണ്. സോ ഇറ്റ്സ് എ ഗ്രേറ്റ് അച്ചീവ്മെന്റ്. ഒന്നും പറയാനില്ല. ആൾ സെലിബ്രേറ്റ് ചെയ്യുന്നതൊക്കെ കണ്ടു. അതിന് ക്രിസ്ത്യാനോയുടെ ഒരു പോസ്റ്ററൊക്കെ ഇട്ട് നമുക്കറിയാം ചൈൽഡ് കുഞ്ഞുകാലത്തെ ഫോട്ടോ വിനീഷ്യസ് ജൂനിയർ അതിൻ്റെ കമന്റ് ചെയ്യുന്നു. ആൻഡ് ഈ കമന്റും സംഭവത്തിന്റെ ഇടയ്ക്ക് പോസ്റ്റ് മാച്ച് വീണ്ടും ഒരു കോൺട്രവേഴ്സി. സോ മാച്ചിന് ഇടയ്ക്ക് വിനീഷ്യസ് ജൂനിയറിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ആക്കി മാറ്റിയിരുന്നു. ആൻഡ് ഇറങ്ങിപ്പോയപ്പോൾ ഒരു ഇഷ്യൂ ഇല്ലായിരുന്നു. വിനി കോച്ചുമായിട്ട് കെട്ടിപ്പിടിച്ചൊക്കെയാണ് ഹാപ്പിലി ഇറങ്ങിപ്പോകുന്ന. ഒരു ഹാപ്പിലി എന്നല്ല, ബട്ട് ഒരു ഇതുമില്ലാതാണ് ഇറങ്ങിപ്പോയത്. പക്ഷെ ആളെന്നെ സബ്ലായിട്ട് മാറ്റുമ്പോൾ ദർ വെർ വിസിൽസ്. മേ ബി ഇതിനു മുമ്പ് മീഡിയയിൽ വന്ന ന്യൂസുകളുടെയൊക്കെ ബലത്തിലാവാൻ നമുക്കറിയത്തില്ല. പക്ഷേ മാച്ചിന് ശേഷം നമ്മൾ നോക്കാനായിട്ടാണ് ഇൻസ്റ്റാഗ്രാമിൽ ആള് ബ്രസീലിന്റെ ആ ഒരു DP ആയിട്ട് ബ്രസീലിന്റെ ജേഴ്സി അടിഞ്ഞുകൊണ്ടുള്ള ഒരു പിക്ചറും പിന്നെ ആ ഒരു ആളിട്ടിരിക്കുന്ന ആ ഒരു പോസ്റ്റിലെ ആ ഒരു ഹെഡ്ലൈനും എല്ലാം ഇപ്പോൾ ഒരു കോൺട്രവേഴ്സി പോലെ. ഇപ്പോൾ ഫാബ്രീസിയൊക്കെ അത് എടുത്തിട്ട് എന്താണ് സംഭവം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഐ തിങ്ക് മേ ബി ആ വിസിൽസ് ഫാൻസ് ചെയ്തത് പുള്ളിക്ക് ഇഷ്ടപ്പെട്ട് കാണത്തില്ല. അത് അണ്ടർസ്റ്റാൻഡബിളും ആണ്. മേ ബി അതിൻ്റെ ഒരു ജസ്റ്ററായിട്ടായിരിക്കാം അതിട്ടിരിക്കും. നമ്മൾ ഓവർലി ഇത് കയറി ഡിസ്കസ് ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് ഇപ്പം തോന്നുന്നില്ല. ഒരു കോൺട്രവേഴ്സിയിലോട്ട് പോകേണ്ട ആ ഒരു ഫാൻസ് ആ ഒരു സ്റ്റേഡിയത്തിൽ മേ ബി ബൂ കിട്ടിയതിൻ്റെ ഒരു ഇൻസ്റ്റന്റ് റിയാക്ഷൻ, ഇമീഡിയറ്റ് റിയാക്ഷൻ അത്രത്തോളം എടുത്താൽ മതി എന്നാണ് ഇപ്പോൾ ഒരു ഫീൽ ഉള്ളത്. പക്ഷെ നമ്മൾ ഇന്നലത്തെ മാച്ചിലോട്ട് നോക്കുവാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് കിടക്കണം, കുറേ മാച്ചുകൾ കവർ ചെയ്യേണ്ടതുണ്ട്. സോ ഇന്നലെ റയൽ മാഡ്രിഡ് ശ്രമിച്ചൊരു സംഭവം, ഇന്നലത്തെ ലൈനപ്പ് നിങ്ങൾക്ക് കാണാം. ആൻഡ് ഇന്നലെ റയൽ മാഡ്രിഡ് ശ്രമിച്ച ഒരു സംഭവം ഇപ്പം നിങ്ങൾക്ക് ഈ പിക്ചറിൽ കാണുകയും ചെയ്യാം. അവിടെ ജൂഡ് ബെല്ലിംഗമിനെ ഇന്നത്തെ മാച്ചിന് മാക്സിമം ഡ്രോപ്പ് ചെയ്യിക്കുന്ന സിനാരിയോസ് നമ്മൾ കണ്ടു. ചൗമെനി തേർഡ് CB ആയിട്ട് ആക്ട് ചെയ്യുന്നു. റൗൾ അസെൻസിയോയും ഫ്രാൻ ഗാർഷ്യയും വിട്ട് സ്ട്രെച്ച് ചെയ്യാനായിട്ട് പുഷ് ചെയ്യുന്നു.
എംബാപ്പയും റോഡ്രിഗോയും വിനിയും ഫ്രണ്ട് ത്രീയിൽ. ചില സമയത്ത് റോഡ്രിഗോ മിഡ്ഫീൽഡിൽ ഡ്രോപ്പ് ചെയ്യുന്നതാണ്, ചില സമയത്ത് എംബാപ്പ റൈറ്റിലോട്ട് പോകുന്നതാണ്, റോഡ്രിഗോ സെന്ററിലോട്ട് വരുന്ന സിനാരിയോസ് ഉണ്ടായിരുന്നു. സോ ഇതാണ് ശ്രമിച്ചുകൊണ്ടിരുന്നത്. ജൂഡ് ഡ്രോപ്പ് ചെയ്ത് പലപ്പോഴും പ്രോഗ്രസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതായിട്ട് സിനാരിയോസ് ഉണ്ട്. ആൻഡ് ജൂഡിന്റെ സ്ട്രെങ്ത് അതല്ല. ഇപ്പം ഗൂളറിനെ ഇന്നലെ കൂടുതലും ക്ലോസർ ടു ദ ഗോൾ കളിപ്പിച്ചപ്പോൾ എസ്പെഷ്യലി ഫസ്റ്റ് ഹാഫ് ഫീൽ റിയലി ത്രെറ്റനിങ് 2-3 മൊമെന്റ്സ് ഒക്കെ അത് ക്രിയേറ്റ് ചെയ്തു. സോ റയൽ മാഡ്രിഡ് എന്തുകൊണ്ട് ഒരു ഡീപ് പ്ലേയിങ് മിഡ്ഫീൽഡറിനെ ജനുവരിയിൽ കൊണ്ടുവരണം എന്നുള്ളത് ഈ മാച്ചിൽ കൂടുതൽ വിസിബിൾ ആയി. ആൻഡ് നിങ്ങൾക്കിപ്പോൾ കാണാം റയൽ മാഡ്രിഡ് ഫസ്റ്റ് തന്നെ ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് തുടങ്ങുന്നത്. ഒരു ചാൻസ് എംബാപ്പയ്ക്ക് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട്, എംബാപ്പയുടെ ആ ഷോട്ട് ഗോൾ കീപ്പർ സേവ് ചെയ്യുന്ന ഒരു സിനാരിയോ നമ്മൾ കാണുന്നുണ്ട്. പിന്നീട് നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ റൈറ്റ് ഹാൻഡ് സൈഡിലോട്ട് എംബാപ്പെ വരുന്നൊരു സിനാരിയോ നമ്മളുണ്ട്. ദിസ് വാസ് എ ഗോൾഡൻ ചാൻസ് ഇസാക്ക് റൊമേറോയ്ക്ക്. എംബാപ്പെ അവിടെ റൗൾ അസൻസിയോട്ട് കമ്പൈൻ ചെയ്യാൻ നോക്കുന്നു, പക്ഷേ എംബാപ്പയുടെ പാസ് മിസ് പാസ് ആവുന്നു, നേരെ അത് ഇന്റർസെപ്റ്റ് ചെയ്യാണ്. നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ അവരുടെ ഒരു പ്ലെയർ ആൻഡ് സാഞ്ചസിലോട്ട് ബോൾ ചെല്ലുകയാണ്. ആൻഡ് സാഞ്ചസ് നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ബോളുമായിട്ട് കയറും. നമ്മൾ സാഞ്ചസിനെ പ്രസ് ചെയ്യാൻ ആരും വരുന്നില്ല. അത് പെട്ടെന്ന് ഒരു ഡിഫൻസീവ് ട്രാൻസിഷനിലോട്ട് മാറാനാണ്. സോ സ്പേസസ് ഓപ്പൺ അപ്പ് ആവും. പക്ഷെ അവിടെ ഇസാക്ക് റൊമേറോയിലോട്ട് ഒരു ത്രൂ ബോൾ ഇടുവാണ്. അവിടെ 3 സെന്റർ ബാക്സും ബോൾ വാച്ച് ചെയ്യുകയാണ്. ഇസാക്ക് റൊമാറോയിലോട്ട് ബോൾ ചെല്ലുന്നു. ഇസാക്ക് റൊമേറോ വേഴ്സസ് ടിബോ കോട്ടോ. ആൾ ചിപ്പ് ചെയ്യാൻ നോക്കുന്നത് വൈഡിലോട്ട് പോവുകയാണ്. പുവർ ഫിനിഷിംഗ് അറ്റംപ്റ്റ് തന്നെയായിരുന്നു അത്. പക്ഷെ ഇവിടെ നിങ്ങൾക്ക് കാണാം, ആ പാസ് ഇസാക്ക് റൊമേറോയിലോട്ട് ചെല്ലുമ്പോൾ റുഡിഗർ ആണേലും ചൗമനി ആണേലും റൗൾ ഹൗസൺ ആണേലും എല്ലാവരും നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ആ ബോൾ വാച്ച് ചെയ്യണം. ആ ഇസാക്ക് റൊമേറോയുടെ റണ്ണ് 3 പേരും ട്രാക്ക് ചെയ്യുന്നില്ല, അത് ക്ലിയർലി വിസിബിൾ ആണ്. സോ അതിനുശേഷം നമ്മൾ നോക്കാനായിട്ടാണ് മറ്റൊരു മൊമെന്റ്, അവിടെ ജൂഡ് ബെല്ലിംഗം ഒരു ഡ്യൂവൽ വിൻ ചെയ്യുന്നു. നേരെ നമ്മൾ നോക്കാനായിട്ടാണ് ഗൂളറിലോട്ട് വരുന്നു. ആൻഡ് ഗൂളർ എംബാപ്പയെ ഫൈൻഡ് ചെയ്യുന്നാൽ എംബാപ്പയുടെ ഷോട്ട് ഫ്രം ദ വൈഡ് ജസ്റ്റ് പോവുകയാണ്. സോ എംബാപ്പ ഒരു ഗോളിന് വേണ്ടി ഇന്നലെ ഡെസ്പറേറ്റ് ആയിരുന്നു, നമുക്ക് കാണാമായിരുന്നു. പിന്നീട് നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ഒരു ഫൗള്, റോഡ്രിഗോനെ ഫൗൾ ചെയ്യുന്നതിന് ഒരു യെല്ലോ കാർഡും റിസീവ് ചെയ്യുന്നുണ്ട്. ആൻഡ് റോഡ്രിഗോ ഒരു ഫ്രീ കിക്കും വിൻ ചെയ്യുകയാണ്. ആൻഡ് ആ ഒരു ഫ്രീ കിക്ക് റോഡ്രിഗോ എടുക്കുന്നു. ജൂഡ് ബെല്ലിംഗമിന്റെ ഒരു ഹെഡർ ഗോൾ 1-0 ഒരു ലീഡ് നമ്മൾ നോക്കാനായിട്ടാണ് റയൽ മാഡ്രിഡ് എടുക്കുകയാണ്. സോ ഇതിനിടയ്ക്ക് ഇന്നലത്തെ മാച്ചിൽ ഒരു പോസിറ്റീവായിട്ട് പറയേണ്ടത്, റയൽ മാഡ്രിഡ് സെറ്റ് പീസുകളിൽ ത്രെട്ടെന്നല്ല, സെറ്റ് പീസുകൾ റയൽ മാഡ്രിഡ് വിൻ ചെയ്യുന്നുണ്ട്. അതായത് കോർണർ കിക്സും മറ്റുമൊക്കെ, എസ്പെഷ്യലി ഹൗസൺ തിരിച്ചു വന്നതിൻ്റെ ഒരു പോസിറ്റീവായിട്ട് തോന്നുന്നുണ്ട്. കോർണർ കിക്സും മറ്റുമൊക്കെ റയൽ മാഡ്രിഡ് പ്ലേയേഴ്സിന്റെ ഹെഡേഴ്സിലോട്ട് ചെല്ലുന്നു. എസ്പെഷ്യലി ഹൗസൺ വാസ് വിന്നിംഗ് ദോസ്. ടാർഗറ്റിലോട്ട് എത്തിക്കുന്നില്ല, പക്ഷെ അറ്റ്ലീസ്റ്റ് ദേ വർ വിന്നിംഗ് ദാറ്റ്. അത് പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമാണ്. അതിന് എടുത്ത് പറയേണ്ട കാര്യം റോഡ്രിഗോയുടെ പെർഫോമൻസ് ആണ്. ഇന്നലെ കഴിഞ്ഞ കുറച്ച് മാച്ചുകളാണ്, ഇന്നലെ ആ ഫ്രണ്ട് ത്രീയിൽ ഏറ്റവും ഇംപ്രസ് ചെയ്ത പ്ലെയർ എംബാപ്പയിലും വിനിയിലും ഇംപ്രസ് ചെയ്ത റോഡ്രിഗോ തന്നെയാണ്. അത് എടുത്തു പറയേണ്ട കാര്യമാണ്. വിനീനെ മാറ്റിയതിനു ശേഷം ലെഫ്റ്റ് ഹാൻഡ് സൈഡിലോട്ട് ലാസ്റ്റ് ഒരു 10 മിനിറ്റ് റോഡ്രിഗോ മാറിയപ്പം ഈ ഒരു മോർ ത്രെറ്റനിങ്, അത് പറയാതിരിക്കാൻ വയ്യ. ഇന്നലെ ആളാണ് ഏറ്റവും കൂടുതൽ ചാൻസ് ക്രിയേറ്റ് ചെയ്ത ഒരു പ്ലെയർ. ആ പിച്ചിൽ 6 ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തു. ഹി വാസ് 8-5 ഡ്യൂവൽസ് വിൻ ചെയ്യുന്നു. കൊള്ളാത്ത ഒരു പെർഫോമൻസ് ആയിരുന്നു. ആൻഡ് റോഡ്രിഗോയുടെ കയ്യിൽ നിന്ന് വർക്ക് ലോഡ് കിട്ടുക നമുക്കറിയാവുന്ന കാര്യമാണ്. പുള്ളി ഒരു ബിറ്റ് ഓഫ് ആയിരുന്നു ഫൈനൽ തേർഡിലെ ഡിസിഷൻ മേക്കിങ്ങിന്റെ കാര്യത്തിനും പറ്റുമൊക്കെ. പക്ഷേ ഇന്നലത്തെ മാച്ചിൽ നമ്മൾ വീണ്ടും റോഡ്രിഗോയുടെ ബെസ്റ്റ് വേർഷൻ, ലാസ്റ്റ് 3-4 മാച്ചസ് ആയിട്ട് നമ്മൾ റോഡ്രിഗോയുടെ ബെസ്റ്റ് വേർഷനിലോട്ട് വരുവാണോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ചോദിക്കേണ്ടി വരും. ആൻഡ് അതിനുള്ള ഗ്ലിംസസ് നമ്മൾ കാണുന്നുണ്ട്. ആൻഡ് അടുത്തൊരു ചാൻസ് നമ്മൾ നോക്കാനായിട്ടാണ് സെക്കൻഡ് ഹാഫിലോട്ട് വന്നപ്പോൾ എംബാപ്പയുടെ മൊമെന്റ് തന്നെയായിരുന്നു. എംബാപ്പയുടെ ഒരു ബ്രില്യൻ മൊമെന്റ് ആയിരുന്നു. ആ ടച്ച് ടു ടേൺ, ആ ഡിഫൻഡറെ ബീറ്റ് ചെയ്യാനായിട്ടുള്ള ടേൺ അടിപൊളിയായിരുന്നു. ആ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ടച്ച് ലൈനിൽ നിന്ന് ആൻഡ് ആൾ ബോക്സിലോട്ട് കിടക്കുന്നു. ആൻഡ് ആൾ എടുക്കുന്ന ഒരു ഷോട്ട് ജസ്റ്റ് വൈഡിലോട്ട് പോവാണ്. ആൻഡ് അതിന് തൊട്ടടുത്ത ശേഷം നമുക്ക് കാണാം ഗൂളറും വിനിയും കൂടെ പ്രസ് ചെയ്തൊരു ബോൾ അവിടെ അവർ ബാക്കിൽ നിന്ന് ബിൽഡപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നു, വിൻ ചെയ്യുന്നു. ആൻഡ് വിനി എംബാപ്പേനെ ഫൈൻഡ് ചെയ്യുന്നു. ആൻഡ് എംബാപ്പെ ഷുഡ് ഡു ബെറ്റർ ഫ്രം ഹിയർ. ആൻഡ് എംബാപ്പയുടെ ഒരു വീക്ക് ഷോട്ട് ആയിരുന്നു നേരെ ഗോൾ കീപ്പർ, ഓൾമോസ്റ്റ് ഒരു സിംഗിൾ സേവ് തന്നെയായിരുന്നു ഗോൾ കീപ്പർ. സോ എംബാപ്പെ ഡെസ്പറേറ്റ് ആയിരുന്നു ആ ഒരു 59th ഗോളിന് വേണ്ടി, നമുക്ക് കാണാമായിരുന്നു. ആൻഡ് പിന്നീട് നമ്മൾ നോക്കാനായിട്ടാണ് റയൽ മാഡ്രിഡിന്റെ ഡിഫൻസ് 2-3 സീൻ. ഫസ്റ്റ് ഹാഫിൽ നമ്മൾ കണ്ടു ഇസാക്ക് റൊമേറോയ്ക്ക് കിട്ടിയ ചാൻസ്. അതുപോലെ തന്നെ സെക്കൻഡ് ഹാഫിൽ ഇസാക്ക് റൊമേറോ ഹാഡ് 2 ഗ്രേറ്റ് ചാൻസ്. അതിലെ ഫസ്റ്റ് ചാൻസ് ഇതായിരുന്നു. ഇവിടെ നമുക്ക് കാണാം അലക്സിസ് സാഞ്ചസിന്റെ കാലിലോട്ട് ബോൾ വരുവാണ്. അവിടെ റയൽ മാഡ്രിഡ് ബോൾ ലൂസ് ചെയ്യുന്നു. അലക്സിസ് സാഞ്ചസിന്റെ കാലിലോട്ട് ബോൾ വരുന്നു. അവിടെ അലക്സിസ് സാഞ്ചസ് ഇസാക്ക് റൊമേറോയുടെ റണ്ണ് കാണുകയാണ്. ആൻഡ് സൂപ്പർ പാസ് ടു ഫൈൻഡ് ഇസാക്ക് റൊമേറോ. ആ സ്പേസ് അവിടെ ക്രിയേറ്റ് ചെയ്യുകയാണ്. അപ്പം പലപ്പോഴും റുഡിഗർ പലപ്പോഴും ബോൾ വാച്ച് ചെയ്യുമായിരുന്നു. അവിടെ ആ ഒരു സ്പേസ് ക്രിയേറ്റ് ആവുന്ന ഇസാക്ക് റൊമേറോ ഫൈനൽ തേർഡിലോട്ട് വരുന്നു ബോളുമായിട്ട്. ആൻഡ് ഹൗസറാണ് ആ പ്രഷർ കൊടുക്കുന്നത്. ആൻഡ് ആൾ എടുക്കുന്ന ഒരു ഷോട്ട് ടിബോ കോട്ടോയ്ക്ക് സേവ് ചെയ്യേണ്ടി വരുവാണ്. സോ ഈ പലപ്പോഴും റുഡിഗർ സ്ലീപ്പ് ചെയ്യുന്ന പോലെ ഓവർലി ബോൾ വാച്ച് ചെയ്യണം, പ്ലെയറിന്റെ റൺസ് ട്രാക്ക് ചെയ്യുന്നില്ല. റുഡിഗർ 100% ഫോക്കസ്ഡ് അല്ലാത്ത പോലത്തെ ഒരു സിനാരിയോസ് ആയിരുന്നു ഇന്നത്തെ മാച്ചിൽ പലപ്പോഴും. ആൻഡ് അനദർ സിറ്റുവേഷൻ നിങ്ങൾക്ക് ഇപ്പോൾ ഇവിടെ കാണാം, ഒരു ടേൺ ഓവറിൽ നിന്നാണ് റയൽ മാഡ്രിഡ് പലപ്പോഴും ടേൺ ഓവേഴ്സിൽ കോട്ടാവുന്നുണ്ടായിരുന്നു. ആൻഡ് ഇവിടെ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ വീണ്ടും റയൽ മാഡ്രിഡ് ബോൾ യൂസ് ചെയ്യുന്ന അവിടുന്ന് ഒരു കോമ്പിനേഷൻ വരുവാണ്. അവർ സ്ട്രൈക്കറിലോട്ട് ബോൾ വരുന്നു. അവർ സ്ട്രൈക്കർ നിങ്ങൾക്ക് അവിടെ കാണാം ഇസാക്ക് റൊമേറോ അവരുടെ റൈറ്റ്, റയൽ മാഡ്രിഡ് ലെഫ്റ്റ് ഹാൻഡ് സൈഡിലൂടെ അവരുടെ റൈറ്റിലൂടെ ഒരു റൺ നടത്തുന്നുണ്ട്. അവിടെ ഫ്രീ ആണ്. അവിടെ അവരുടെ 2 വിങ്ങേഴ്സ് നിങ്ങളിപ്പോൾ നോക്കുവാണെങ്കിൽ ഫ്രീ ആണ്, ഫ്രീ സ്പേസ് ആണ്.
ആൻഡ് അവിടെ ലൂസിയൻ അഗൂമയിലോട്ട് ബോൾ ബാക്കിലോട്ട് വരുന്ന അഗൂമി റൊമേറോനെ ഫൈൻഡ് ചെയ്യുന്നു. ആൻഡ് വീണ്ടും ഇസാക്ക് റൊമേറോയുടെ 1-on-1 വേഴ്സസ് കീപ്പർ സിറ്റുവേഷൻ വരുന്ന ഒരു സിനാരി. അവിടെ പ്രഷർ കൊടുക്കുന്നുണ്ട് നമ്മൾ നോക്കാനാണ് ഫ്രാങ്കാഷിയും ഡീൻ ഹൗസനും. പക്ഷെ അവിടെ വീണ്ടും ടീബോ കോട്ടയുടെ ഒരു സേവ് വരുന്ന സിനാരി നമ്മൾ കാണുവാണ്. അവിടെ രക്ഷപ്പെടുകയാണെന്ന് തന്നെ പറയേണ്ടി വരും. നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ റയൽ മാഡ്രിഡ് അവിടെ ഇസാക്ക് റൊമേറോയ്ക്ക് 2 നല്ല ചാൻസ് കിട്ടിയതാണ് ഈക്വലൈസ് ചെയ്യാനായിട്ട്. പിന്നീട് നമ്മൾ നോക്കാനായിട്ടാണ് എംബാപ്പയുടെ ഒരു ഹെഡർ ബാറി തട്ടിപ്പോകുന്ന ഗോൾ കീപ്പർ ടിപ്പിൽ കൊണ്ട് ബാറി തട്ടിപ്പോകുന്ന ഒരു സിനാരി നമ്മൾ കണ്ടു. പിന്നീട് ജൂഡ് ബെല്ലിംഗമിനെ ഫൗൾ ചെയ്യുന്നതിനാണ് സെക്കൻഡ് എല്ലോ കിട്ടുന്നു. റെഡ് കാർഡ് സിറ്റുവേഷൻ ആ പ്ലെയർ വാങ്ങി. ഫസ്റ്റ് റോഡ്രിഗോനെ ഫൗൾ ചെയ്യുന്നു. ഇപ്പൊ ജൂഡ് ബെല്ലിംഗമിനെ ഫൗൾ ചെയ്യുന്നു. ആൻഡ് നമ്മൾ നോക്കാനായിട്ടാണ് പിന്നീട് റോഡ്രിഗോയുടെ മറ്റൊരു മൊമെന്റ് ഓഫ് മാജിക് വന്ന ഒരു സിനാരിയോ ഉണ്ടായിരുന്നു. ഇപ്പം ശരിക്കും അത് ഇപ്പം ഒരു കോർണർ കിക്ക് ആയിരുന്നു. അതെങ്ങനെയൊക്കെയോ അവന്മാർ ക്ലിയർ ചെയ്യുന്നില്ല. എങ്ങനെയൊക്കെ എംബാപ്പയുടെ കാലിൽ അവിടെ നിന്ന് ഇവിടുന്ന് ഡിഫ്ലക്റ്റ് ആയി വരുന്നത് അതൊരു എങ്ങനെ ഒരു കോമഡി എറർ സിറ്റുവേഷൻ ആയിരുന്നു. നേരെ എംബാപ്പയുടെ കാലിലോട്ട് കിട്ടുന്ന എംബാപ്പെ റോഡ്രിഗോയിലോട്ട് ഇടുക. റോഡ്രിഗോ ആ ഒരു ടച്ചിൽ സ്കൂപ്പ് ചെയ്യാണ് ബോൾ. ആ സ്കൂപ്പ് ചെയ്തിട്ട് ഒരു കിടിലൻ ഷോട്ട് എടുക്കുകയാണ്. അവിടെ ഗോൾ കീപ്പറിന്റെ കൈ സേവ് ആൻഡ് ബാറി തട്ടി അത് പോവുകയാണ്. സോ അത് സൂപ്പർ സേവ് ആയിരുന്നു. അതിന്റെ സൂപ്പർ സ്കില്ലും ആയിരുന്നു അവിടെ നമ്മൾ നോക്കാനായിട്ടാണ് റോഡ്രിഗോയെ കണ്ടത്. പിന്നീടാണ് നമ്മൾ വിനീഷ്യസ് ജൂനിയറിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ആയി മാറ്റുന്നു. ഗോൺസാലോ ഗാർഷ്യ വരുന്ന ഒരു സിനാരിയോ കണ്ടു. ആൻഡ് ലെഫ്റ്റിലോട്ട് റോഡ്രിഗോ വന്നു. ലെഫ്റ്റിൽ നിന്ന് റോഡ്രിഗോ കട്ട് ചെയ്ത് കയറാൻ ശ്രമിക്കുന്നതിനിടെ റോഡ്രിഗോനെ ഒരു ഫൗൾ ചെയ്യുന്നു പെനൽറ്റി ബോക്സിനകത്ത് നിന്ന്. ആൻഡ് ആളൊരു പെനൽറ്റി വിൻ ചെയ്യുകയാണ്. അത് കിലിയൻ എംബാപ്പെ കൺവേർട്ട് ചെയ്തുകൊണ്ട് 2-0 ആക്കുകയാണ് ഗെയിം. കിലിയൻ എംബാപ്പെ സെലിബ്രേഷൻ ഇടുന്നു. ഹി വാസ് റിയലി ഹാപ്പി. 59 ഗോൾസ്. ക്രിസ്ത്യാനോ തന്റെ ഐഡലായ ക്രിസ്ത്യാനോയുടെ ഗോളിനോടൊപ്പം ആളെത്തുന്നു. ആ ഒരു റെക്കോർഡിനോടൊപ്പം എത്തുന്നു ഇൻ എ ഇയർ. ആൻഡ് പിന്നെ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ഒരു മറ്റൊരു മൊമെന്റ് ഒരു പെനൽറ്റി ഇൻസിഡന്റ് ഉണ്ടായിരുന്നു. പക്ഷെ അവിടെ ജൂഡ് ബെല്ലിംഗം ഒരു പെനൽറ്റി വിൻ ചെയ്യുന്നുണ്ട്. പക്ഷെ അത് VAR ഡിസിഷനിലൂടെ അത് പെനൽറ്റി അല്ല, ആ പ്ലെയർ ക്ലിയർലി ബോളാണ് വിൻ ചെയ്യുന്നതെന്ന് പറയുന്നത്. ആ പെനൽറ്റി ഓവർ ടേൺ ചെയ്യാണ്. പിന്നീട് ലാസ്റ്റ് എഡ്ജ് ഓഫ് ദ ബോക്സിൽ റോഡ്രിഗോനെ വീണ്ടും ഫൗൾ ചെയ്യുന്നതിന് ഒരു ഫ്രീ കിക്ക് വരുന്നുണ്ട്. അത് എംബാപ്പയിലോട്ടാണ് റോഡ്രിഗോ എടുക്കുന്ന ഫ്രീ കിക്ക്. ജസ്റ്റ് ലേ ഓഫ് ചെയ്ത് എംബാപ്പയ്ക്ക് കൊടുക്കുന്നുണ്ട്. എംബാപ്പെ അത് അടിച്ച് വെളിയിൽ കളയാണ്. സോ ഇവ അത് കൺവേർട്ട് ചെയ്യുമായിരുന്നെങ്കിൽ 60 ഗോൾ റൊണാൾഡോയുടെ റെക്കോർഡ് ബ്രേക്ക് ചെയ്യാനായിട്ടൊരു അവസരമായിരുന്നു. പക്ഷെ അത് കൺവേർട്ട് ചെയ്യാൻ സാധിച്ചില്ല. ആൻഡ് നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ 2-0 ഒരു വിക്ടറി ആയിട്ട് റയൽ മാഡ്രിഡ് പോവാണ്. ഐ തിങ്ക് ഫാൻസ് വോണ്ട് ബി ഹാപ്പി വിത്ത് ദ പെർഫോമൻസ് 100%. പക്ഷേ ഇവഞ്ച്വലി അതൊരു 2-0 വിന്നാണ്. അതിപ്പോൾ പറയാനുള്ളൂ. പക്ഷേ ചാബി അലോൺസോ ഒന്നാമത്തെ കാര്യം ഒരു ഡീപ് ലൈൻ മിഡ്ഫീൽഡറിനെ ജനുവരിയിൽ റയൽ പൈസ ഇറക്കത്തില്ല. ആ പോളിസി ഈ പോളിസി അതിൽ നിന്ന് മാറേണ്ട ആവശ്യമുണ്ട്. കാരണം ഈ സീസൺ തിരിച്ചു പിടിക്കാനായിട്ട് മേ ബി ആ ഒരു ഡീപ് ലൈൻ മിഡ്ഫീൽഡർ സൈനിങ് മൈറ്റ് ബി എ ഗെയിം ചേഞ്ചർ. അറ്റ്ലീസ്റ്റ് ഒരു നെയിം ഒരു ടോപ്പ് പ്രയോറിറ്റി കിട്ടിയില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് സമൺ യു ക്യാൻ ഫിൽ ദാറ്റ് റോൾ എന്നുള്ള. അല്ലെങ്കിൽ പിട്രാച്ച് ഇന്നലെ ബെഞ്ചിലുണ്ടായിരുന്നു, ഇന്നലെ യൂസ് ചെയ്തില്ല. മേ ബി അങ്ങനത്തെ യങ്സ്റ്റേഴ്സിന് എന്തെങ്കിലും അവസരം കൊടുക്കുമോ ഐ ഡോണ്ട് നോ. നമുക്ക് നോക്കാം കാര്യങ്ങൾ എങ്ങനെ പോകുമെന്ന്. ചാബി അലോൺസോ ഐ തിങ്ക് വിനീഷ്യസ് ജൂനിയറിന്റെ ഈ സംഭവം ഇപ്പോൾ ഊതിപ്പെരിപ്പിക്കേണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. അത് ആ ഫാൻസ് വിസിൽ ചെയ്തതിനുള്ള ഒരു റിയാക്ഷനാണ് ആളിട്ടതെന്ന് തോന്നുന്നു. സോ നമുക്ക് നോക്കാം എന്താവുമെന്ന്. അവിടുന്ന് നമ്മൾ നേരെ പ്രീമിയർ ലീഗിലോട്ട് കിടക്കുവാണെങ്കിൽ പ്രീമിയർ ലീഗിൽ നമ്മൾ ഫസ്റ്റ് തന്നെ ഇന്നലെ ധാരാളം മാച്ചുകളുണ്ടായിരുന്നു. അതിൽ എനിക്ക് ഏറ്റവും എന്റർടൈനിങ് ആയിട്ട് തോന്നിയത് ചെൽസി വേഴ്സസ് ന്യൂക്കാസിൽ വേഴ്സസ് ചെൽസി. ന്യൂക്കാസിൽ ഹോം മാച്ച് ആയിരുന്നല്ലോ സെയിന്റ് ജെയിംസ് പാർക്കിൽ. അവിടെ ന്യൂക്കാസിൽ വേഴ്സസ് ചെൽസി 2-2 സമനിലയായിരുന്നു. സോ ഈ മാച്ചിന്റെ സ്റ്റാറ്റ്സ് നിങ്ങൾ നോക്കുവാണെങ്കിൽ 5ഓളം ബിഗ് ചാൻസ് ആണ് ന്യൂക്കാസിൽ മിസ് ചെയ്തത്. വീണ്ടും അവർ ലീഡ് എടുത്തതിന് ശേഷം കൊണ്ടുപോയി ബോട്ടിൽ ചെയ്യുന്ന സിനാരിയോ നമ്മൾ കണ്ടു. സോ ന്യൂക്കാസിന്റെ കാര്യത്തിലൂടെ വരുമ്പോൾ ഈ സീസൺ അതൊരു പാറ്റേൺ ആവുന്നുണ്ട്. അവർ ലീഡ് എടുക്കുന്നു, കൊണ്ടുപോയി കളയുന്നു. ആൻഡ് ചെൽസി ഇന്നലെ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ഫസ്റ്റ് ഹാഫ് വാസ് സോ ബാഡ്. ഇന്നലെ ചെൽസി ഇറക്കിയ ലൈനപ്പ് നിങ്ങൾക്ക് അറിയാം. ഇന്നലെ അവരുടെ സെന്റർ ബാക്കിൽ ചാലബോയും ഫൊഫാനയും ഫസ്റ്റ് ഹാഫിൽ വാസ് കോൺസ്റ്റന്റ്ലി ഗെറ്റിംഗ് കോട്ട്. അവരുടെ ഡിസിഷൻ മേക്കിംഗ് വാസ് ബാഡ്. മിഡ്ഫീൽഡിൽ നമ്മൾ നോക്കാനായിട്ടാണ് ചീപ്പായിട്ട് ബോൾസ് ചെൽസി ഗിവ് ഓഫ് ചെയ്യുന്നു. കംപ്ലീറ്റ്ലി ചീപ്പ്ലി ബോൾ ഗിവ് ചെയ്യും. കൈസിഡോ പോലും ഗെയിമിൽ ഇല്ലാത്തൊരു ഫീൽ. അതിന് എടുത്ത് പറയേണ്ട കാര്യം എൻസോ ഫെർണാണ്ടസ് ഇന്നലെ സ്റ്റാർട്ട് ചെയ്തില്ല. അത് ഫസ്റ്റ് ഹാഫിൽ ക്ലിയർലി കാണാറുണ്ടായിരുന്നു. എസ്പെഷ്യലി ആ ഒരു പ്രസ്സിങ്ങിന്റെ കാര്യത്തിനും ആൻഡ് ക്രിയേറ്റിവിറ്റിയുടെ കാര്യത്തിലും ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ആൻഡ് ഫസ്റ്റ് ഹാഫ് ചെൽസി അധികം ഗെയിമിലേ ഇല്ല. ഇറ്റ് വാസ് ഓൾ ന്യൂക്കാസിൽ. ഫസ്റ്റ് ഹാഫ് തന്നെ പ്രോബ്ലി ന്യൂക്കാസിനെ ഫ്രസ്ട്രേറ്റ് ചെയ്യിപ്പിക്കുന്ന കാര്യം ഇതാണ്. 2-0 ഫസ്റ്റ് ഹാഫ് ലീഡ് എടുത്തു. ബട്ട് ഇറ്റ് ഷുഡ് ഹാവ് ബീൻ അറ്റ്ലീസ്റ്റ് 3-0 4-0 ആക്കാൻ അതിനുള്ള നല്ല അവസരങ്ങളുണ്ടായിരുന്നു. സോ ഫസ്റ്റ് ഹാഫ് തന്നെ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ നിക്ക് ഓൾട്ടമേറ്റ് ഞാൻ ഇങ്ങനെ ഒരു പ്രോപ്പർ പോച്ചർ ഇൻസ്റ്റിങ്റ്റിലോട്ട് വന്ന ആദ്യത്തെ ഒരു 2-3 മാസങ്ങൾക്കുള്ളിൽ തന്നെ ആവുമെന്ന് ഒട്ടുപോകത്തില്ല. കാരണം പുള്ളിയുടെ നിക് നെയിം നിക്ക് വോൾട്ട മെസ്സി എന്നാണ്. പുള്ളി നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ബുണ്ടസ് ലീഗിൽ ഒരു പ്രോപ്പർ നമ്പർ 9 റോൾ അല്ല കളിച്ചോണ്ടിരുന്നത്. പുള്ളി ഒരു സെക്കൻഡ് സ്ട്രൈക്കറോ അല്ലെങ്കിൽ ഒരു നമ്പർ 10 റോളിലോ ആണ് കളിച്ചോണ്ടിരുന്നത്. പക്ഷെ ഇപ്പോൾ ഒരു പക്ക പോച്ചർ ഇൻസ്റ്റിന്റ് നമ്മൾ നിക്ക് പോൾട്ടമേറ്റിന്റെ ഗെയിമിൽ കാണുന്നുണ്ട്. ഇന്നലെ വന്ന ഗോൾസും അതിനുള്ള എക്സാമ്പിൾസ് ആയിരുന്നു. ഇന്നലെ വീണ്ടും ഫൊഫാന ആ ഒരു ഡ്രിബിൾ ചെയ്ത് കയറാനായിട്ട് ശ്രമിക്കുന്നു. ഗോർഡന്റെ പ്രസ്സിങ് അന്യായമായിരുന്നു ആ ബോൾ വിൻ ചെയ്യാനായിട്ട്. എന്താണ് ഫൊഫാന അവിടെ പാസ് റിലീസ് ചെയ്യാതെ ഒരു അങ്കാര ഫൊഫാന ഉണ്ടാക്കാനാണ് എന്താണോ നോക്കുന്നത്. അവിടെ ഫൊഫാനയൊക്കെ അഗേൻസ്റ്റ് പ്രസ് ചെയ്ത് ഗോർഡൻ ബോൾ വിൻ ചെയ്യുന്നു. അവിടെ നമ്മൾ നോക്കാനായിട്ട് ടൊണാലിയിലോട്ട് ചെല്ലുന്നു. ടൊണാലി നേരെ വൈഡിലോട്ട് ബോൾ ഇടുന്നു. ആൻഡ് വൈഡ് ചെയ്യുന്ന ഒരു ക്രോസ് ബോക്സിലോട്ട് വരികയാണ്.
ആ ക്രോസ് ബോക്സിലോട്ട് വരുമ്പോഴേക്കും നിക്കോൾട്ടമേൻ്റെ റൺ ആണ് ഒരു പോച്ചർ ഇൻസ്റ്റിങ് റൺ. പക്ഷെ അത് ആളെ മിസ് ചെയ്യുവാണ്. നേരെ ബാക്ക് പോസ്റ്റിലോട്ട് റൺ എടുത്തുന്ന ഗോർഡനിലോട്ടാണ് വരുന്നത്. ഗോർഡന്റെ ഷോട്ടല്ല, അത് കണക്ട് ആയില്ല. പക്ഷെ എങ്ങനെയൊക്കെയോ സാഞ്ചസ് അത് സേവ് ചെയ്യുന്നു. പക്ഷെ അത് നേരെ നിക്കോൾട്ടമേൻ്റെ കാലിലോട്ടാണ് വരുന്നത്. നിക്കോൾട്ടമേൻ കംഫർട്ടബിളി 1-0 ആക്കുകയാണ്. സോ ഇതാണ് നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ഒരു ഫ്രസ്ട്രേറ്റ് ചെയ്യിപ്പിക്കുന്ന ഒരു കാര്യം ചെൽസിക്ക്. ആ ഒരു ക്രോസ് ബോക്സിലോട്ട് വന്ന് ഫസ്റ്റ് മൊമെന്റ് സേവ് ചെയ്തു. പക്ഷെ ആ സെക്കൻഡ് ബോൾ ചെല്ലുന്നത് നേരെ നിക്കോൾട്ടമേൻ്റെ കാലിലോട്ടാണ്. അവിടെ ഒന്നാമത്തെ കാര്യം അവിടെ ആ പ്രസ്സിങ്, ആ ഗോർഡന്റെ പ്രസ്സിങ് വാസ് സ്റ്റോപ്പ്. ആൻഡ് പ്രസ് ചെയ്ത് ബോൾ വിൻ ചെയ്തതിനു ശേഷം ആളെ സെക്കൻഡ് പോസ്റ്റിലോട്ട് റൺ നടത്താൻ കാണിച്ച, ഫാർ പോസ്റ്റിലോട്ട് റൺ നടത്താൻ കാണിച്ച ആ ഒരു ഇൻസിഡന്റ് ഉണ്ടല്ലോ, അതൊക്കെ ഗോർഡൻ ഫസ്റ്റ് ഹാഫ് ഗോർഡൻ വാസ് ടോപ്പ് ക്ലാസ്. പ്രസ്സിങ്ങിലൊക്കെ ഒരു രക്ഷയില്ലായിരുന്നു. ആൻഡ് സെക്കൻഡ് ഗോൾ വന്നതും ചെൽസി ചീപ്പിൽ ഒരു ഫ്രീ കിക്ക് ഗീവ് അവേ ചെയ്യുന്നു. അവിടെ ആ ഫ്രീ കിക്ക് എടുത്ത് വൈഡ് നിൽക്കുന്ന ഗോർഡനിലോട്ട് ചെല്ലുകയാണ്. ആൻഡ് ഗോർഡനെ അറ്റ്ലീസ്റ്റ് ആ ഒരു ക്രോസ് ഇടുന്നതിന് മുമ്പ് പ്രസ് ചെയ്യാനായിട്ടുള്ള അവസരങ്ങളുണ്ടായിരുന്നു. പക്ഷെ ഗോർഡനൊക്കെ എത്ര ടൈം ഉണ്ട് ഗോൾ എന്തിനു കൊടുത്തു. അവിടെ ആൾ കംഫർട്ടബിളി ആ ക്രോസ് ഇടുവാണ് ബോക്സിലോട്ട്. നിക്കോൾട്ടമേൻ അഗൈൻ വിത്ത് എ പ്രോപ്പർ പോച്ചർ സ്ട്രൈക്കർ ഇൻസിന്റെ ആൾ അവിടെ വന്നത് ഫിനിഷ് ചെയ്യുവാണ്. 2-0 ആക്കുകയാണ്. പിന്നീട് ന്യൂകാസിലിന് നല്ല ചാൻസുകൾ ഉണ്ടായിരുന്നു. ഗോർഡന്റെ ഒരു സൂപ്പർ ചാൻസ് ഉണ്ടായിരുന്നു. ആൾ ഷോട്ട് എടുക്കുന്നത്, സാഞ്ചസിന്റെ ഒരു നല്ല സേവ് ഉണ്ട്. അതിനുശേഷം നമ്മൾ നോക്കാനായിട്ടാണ് മറ്റൊരു ക്രോസ് ബോക്സിലോട്ട് ഗോർഡൻ ഇടുന്നത്. നിക്കോൾട്ടമേൻ വന്ന് അറ്റാക്ക് ചെയ്യുന്നുണ്ട്. ആളത് മിസ് ചെയ്യുവാണ്. പ്രോബ്ലി ഈ ഷുഡ് ഹാവ് കൺവേർട്ടഡ് ദാറ്റ്. ആ രണ്ട് ചാൻസുകളൊക്കെ കയറുവാണ്. 4-0 ഫസ്റ്റ് ഹാഫ് തന്നെ അവിടെയാണ്. ഓക്കെ, ന്യൂകാസിൽ കംപ്ലീറ്റ്ലി ഓൺ ടോപ്പ്. സെക്കൻഡ് ഹാഫിലോട്ട് വരുന്നു. സോ ഇവിടെയാണ് എൻസോ മറസ്കയ്ക്ക് നമ്മൾ മാർക്ക് കൊടുക്കുന്നത്. സെക്കൻഡ് ഹാഫിൽ പുള്ളി ഉടനെ വലിയ സബ്സ്റ്റിറ്റ്യൂഷൻസ് സ്റ്റാർട്ടിൽ തന്നെ നടത്തിയില്ല. പക്ഷെ പിന്നീട് എൻസോ വരുന്ന കണ്ടു. നമ്മൾ മിഡ്ഫീൽഡോട് ഗുസ്തോയ്ക്ക് പകരം വരുന്ന സിനാരി ഉണ്ട്. പക്ഷെ അതിന് മുമ്പ് തന്നെ ഒരു ഫസ്റ്റ് ഗോൾ സ്കോർ ചെയ്തു. ആദ്യത്തെ മിനിറ്റുകളിൽ തന്നെ സെക്കൻഡ് ഹാഫ് തുടങ്ങിയപ്പോൾ ചെൽസി ഫ്രണ്ട് ഫുട്ടിൽ കയറി. ചെൽസിയുടെ ഭാഗത്തുനിന്ന് കൂടുതൽ പ്രസിംഗ് ഇന്ത്യൻ വന്നു. ചെൽസി പ്ലേയേഴ്സ് എസ്പെഷ്യലി റീസ് ജെയിംസ് വാസ് ഓൺ ടോപ്പ്. എടുത്ത് പറയേണ്ട കാര്യമാണ്. റീസ് ജെയിംസും കൈസിയുടെയും ഗെയിമിലോട്ട് വരാനായിട്ട് തുടങ്ങി. ഗർണാച്ചോനെ കൂടുതൽ യൂട്ടിലൈസ് ചെയ്യാൻ തുടങ്ങി. സോ ഗർണാച്ചോയുടെ കാര്യത്തിലോട്ട് വരുമ്പോൾ പുള്ളിയുടെ പെർഫോമൻസ് റീസെന്റ് മോശമായില്ല. ലാസ്റ്റ് കാർഡിഫിനെ അഗെയിൻസ്റ്റ് 2 ഗോൾ സ്കോർ ചെയ്യുകയും ചെയ്തു. ഇന്നലത്തെ മാച്ചിലാണെങ്കിലും ഗർണാച്ചോയുടെ പെർഫോമൻസ് മോശമല്ല. ആ പിച്ചിൽ റിയലി വർക്ക് ലോഡ് പുള്ളി എടുക്കുന്നുണ്ട്. സൂപ്പർബായിട്ട് ആൾ വർക്ക് ലോഡ് എടുക്കുന്നുണ്ട്. ആൾ ഫൈനൽ തേർഡിലോട്ട് ഡ്രിബിൾ ചെയ്ത് കിടക്കുന്നുമുണ്ട്. പക്ഷേ ലാസ്റ്റ് സീസണിൽ ഡോക്കുവിൻ്റെ ഒക്കെ കാര്യം പറയുന്ന പോലെ ആ ഫൈനൽ ഔട്ട്പുട്ട് ഈ സീസൺ നമ്മൾ ഡോക്കോട് ചെയ്യുന്നത് കാണാൻ തുടങ്ങി. അതും കൂടെ വരണം. പുള്ളിയുടെ ഫൈനൽ തേർഡിലുള്ള ഡിസിഷൻ മേക്കിങ്സ് മോശമല്ല, ഡ്രെഡ്ഫുൾ എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ വി വാണ്ട്സ് ടു ബി ദാറ്റ് നെക്സ്റ്റ് ലെവൽ കുറച്ചുകൂടെ ബെറ്റർ ആവണം ആ ഡിസിഷൻ മേക്കിംഗ് കാര്യത്തിലുള്ള. അതിലും കൂടെ ഇമ്പ്രൂവ്മെന്റ് വരുവാണെങ്കിൽ ഗർണാച്ചോ ക്യാൻ ബി ദാറ്റ് പ്ലെയർ അല്ലേ. സോ അവിടെ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ഒരു ഫ്രീ കിക്ക് കോൾ പാൾമർ വിൻ ചെയ്യാണ്. ആൻഡ് ഫ്രീ കിക്ക് റീസ് ജെയിംസിന്റെ ഒരു വേൾഡ് ക്ലാസ് ഫ്രീ കിക്ക് മാൻ, ഒരു കിഡിലൻസ് ആണ്. റാംസ്റ്റൈലിന് നോട്ട് ചാൻസ്, അത് ഭാരത്തട്ടി കയറുകയാണ്. 2-1 ഗെയിം ഓൺ എന്നൊരു ഫീല്. പിന്നീട് ചെൽസി ഗെയിമിലോട്ട് വരുന്ന ഒരു ഫീലാണ്. ചെൽസി കോൺസ്റ്റന്റ്ലി ത്രെറ്റ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞാൽ റാംസ്റ്റൈലിന് ഓവർ ടെസ്റ്റ് ചെയ്യുന്നതല്ല. ബട്ട് ഫൈനൽ തേർഡിലോട്ട് എത്തുന്നു. മാലിക് തിയാവോനെയും ഷാറിനെയും കോൺസ്റ്റന്റ്ലി ഡിഫെൻഡ് ചെയ്യാനായിട്ട് ഫോഴ്സ് ചെയ്യുന്നു. ഇറ്റ് വാസ് എ ഗുഡ് പെർഫോമൻസ് ഫ്രം ചെൽസി. ആ ഒരു സെക്കൻഡ് ഗോൾ ചെൽസി അടിക്കുന്നൊരു ഫീല് വരുന്നുണ്ട്. ഇതിനിടയ്ക്ക് ചലബോ ഗോർഡൻ ഇടയിൽ ഒരു ഇൻസിഡന്റ് ഉണ്ടാവുന്നുണ്ട്. പക്ഷെ അത് പിന്നീട് അതൊരു ഷോൾഡർ പുഷ് എന്നുള്ള രീതിയിൽ പറ്റും. അതൊരു പെനൽറ്റി വരുന്നില്ല. അവിടെ നമുക്ക് കാണാം ന്യൂകാസിൽ പ്ലേയേഴ്സിന്റെ ഒരു ഫ്രസ്ട്രേഷൻ കാണുന്നു. പിന്നീടാണ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു മൊമെന്റ് വരുന്നത്. സാഞ്ചസ് ബോൾ കളക്ട് ചെയ്യും. ആൻഡ് സാഞ്ചസിന്റെ ഒരു ഡയറക്റ്റ് ബോൾ ടു ജാവോ പെഡ്രോ, ഒരു കിഡിലൻ ഡിസ്ട്രിബ്യൂഷൻ ആയിരുന്നു. ആൻഡ് ജാവോ പെഡ്രോ ടച്ച് ടു ബീറ്റ് മാലിക് തിയാവോ. ബ്രോ ആ എയറിൽ ഒരു സൂപ്പർ സാധനമായിരുന്നു. മാലിക് തിയാവിന്റെ ഡിഫൻസീവ്ലി ഷുഡ് ഹാവ് ഡൺ ബെറ്റർ. അത്രയും ക്ലോസ് ചെയ്യാൻ പോയത് പണിയാണ്. പക്ഷെ എന്നാലും അവിടെ ബീറ്റ് ചെയ്യുന്നു. ഫൈനൽ തേർഡിലോട്ട് കിടക്കുന്നു. പെനൽറ്റി ബോക്സിലോട്ട് കിടക്കുന്നു. ആൻഡ് പെനൽറ്റി ആ ബോക്സിനകത്ത് നിന്ന് ആളൊരു ഷോട്ട് എടുക്കുകയാണ്. ഒരു സൂപ്പർ ഫിനിഷ്. 2-0 ഒരു ലീഡ് നമ്മൾ നോക്കാനാണ് വരുവാണ്. സാഞ്ചസിന്റെ ഒരു അസിസ്റ്റ് വരുന്നു. അതിനുശേഷം ജാവോ പെഡ്രോയുടെ ഒരു ഗോളും വരുന്നു. സോ നമ്മൾ നോക്കുവാണെങ്കിൽ 2-2 ആക്കുകയുള്ളൂ. ഞാൻ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞു. 2-0 ലീഡ് കൊണ്ടേ ബോട്ടിൽ ചെയ്ത് 2-2 ആക്കുവാണ്. ഓക്കെ, ചെൽസി ഗെയിമിലായി. ചെൽസി ഒരു വിക്ടറി അടിക്കുന്നൊരു ഫീൽ. ആ ഒരു മൊമെന്റം കംപ്ലീറ്റ്ലി ചെൽസിയോട് കൂടെ. കാരണം ചെൽസി ഡോമിനേറ്റ് ചെയ്യുന്നു. പക്ഷേ പിന്നീട് നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ന്യൂകാസിൽ ഗെയിമിലോട്ട് വന്നു. എലാങ്ക വന്നു, ബാൻസ് വന്നു, വിസ പിച്ചിലോട്ട് വന്നു. സോ സബ്സ്റ്റിറ്റ്യൂഷൻസ് മേഡ് ആൻ ഇമ്പാക്ട്. ആ ഒരു അഗ്രഷൻ തിരിച്ചു വന്നു. ആൻഡ് ന്യൂകാസിൽ അതിനുശേഷം ആ ഒരു ജാവോ പെഡ്രോ ഗോൾ വന്നതിന് ശേഷം ഉള്ള മൊമെന്റ്സിൽ ന്യൂകാസിൽ ക്രിയേറ്റ് ചെയ്ത 2-3 ചാൻസുകളിൽ ഏതെങ്കിലും ഒന്നും അവർ കൺവേർട്ട് ചെയ്യുമായിരുന്നു, വിക്ടറി ആയിട്ട് വരുന്നത്. ന്യൂകാസിൽ വിൽ ബി ഫീലിംഗ് ഫ്രസ്ട്രേറ്റഡ്. കാരണം ഒരു സൂപ്പർ മൊമെന്റ് ഉണ്ടായിരുന്നു. ഒരു മൊമെന്റ് ഓഫ് ബ്രില്യൻ ടീം പ്ലേ ഫ്രം ദ വൈഡ്. ഒരു ക്രോസ് ബോക്സിലോട്ട് ബ്രൂണോ ഗിമാറസ് ഇടുവാണ്. അവിടെ മൈലി ഇന്നലെ ഹാഡാൻ സൂപ്പർബ് ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസ് ആയിരുന്നു മൈലിയുടെ. മൈലിയും ഗിമാറസ് വന്നു അവിടെ കമ്പൈൻ ചെയ്യുന്നു. ആൻഡ് ഗിമാറസിന്റെ ക്രോസ് ബോക്സിലോട്ട് വരുന്നു. ബാൺസ് മാൻ ഹി ഷുഡ് ഫിനിഷ് ദാറ്റ്.
സൂപ്പർ ചാൻസ് ആയിരുന്നു. പക്ഷെ അവളെ ആൾ കോൺടാക്ട് ചെയ്യുന്നത് വെളിയിലോട്ടാണ് പോകുന്നത്. അതൊരു സിട്ര മിസ് എന്ന് തന്നെ ഞാൻ പറയും. ഈസിയസ്റ്റ് ഓഫ് ദ ടാപ്പ് ഫിനിഷേഴ്സ് അല്ല അത്, കാരണം അത് ഏറി വരുന്ന ബോളാണ്, കൺട്രോൾ ചെയ്യേണ്ട ആവശ്യമുണ്ട്. പക്ഷെ പ്രൊഫഷണൽ പ്ലെയേഴ്സ് ഷുഡ് കൺവേർട്ട് ദോസ് ചാൻസസ്. അവിടെ ബാൻസിന് കിട്ടിയ ഒരു സൂപ്പർ ചാൻസ്. പിന്നീട് മറ്റൊരു മൊമെന്റ് എന്തായിരുന്നു, ഈ ഒരു സെയിം സിനാരിയോ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ റാംസ്ഡെയിൽ കളക്ട് ചെയ്യുന്ന ബോൾ ആള് ത്രോ ചെയ്യുന്നത് നേരെ എലാങ്കയിലോട്ട് ഒരു മൊമെന്റ് ലോട്ട് എലാങ്ക വേഴ്സസ് കുക്കറെ ആ ഒരു സിറ്റുവേഷൻ വരുന്നു. അവിടെ 2 vs 1 വരുന്ന നമുക്ക് കാണാം. അവിടെ എലാങ്ക ഫൈനൽ ആ ഒരു തേർഡിലോട്ട് എത്തിയതിനു ശേഷം അവിടെ വൈഡിലൂടെ ബാൺസ് റൺ നടത്തുന്നതാണ്. ആ പാസ് വാസ് ഓൺ. ആ പാസ് അവിടെ കൊടുക്കുകയാണെങ്കിൽ ഡിഫറൻറ്റ് സിനാരിയോ ആയിരുന്നു. പക്ഷെ അവിടെ എലാങ്ക സെൽഫിഷ് ആവുന്നു, ആൾ അവിടെ നിന്ന് ഒരു ഷോട്ട് എടുക്കുകയാണ്, അത് വൈഡിലൂടെ പോവുകയാണ്. അത് അവിടെ 2 നിൽക്കുന്ന ആ ഒരു സിറ്റുവേഷൻ അവിടെ 3-2 ആക്കാനായിട്ട് നല്ലൊരു അവസരമായിരുന്നു. ഈ ബാൺസിലോട്ട് ആ പാസ് പോകാൻ ഹൂനോസ് നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. അതൊരു സൂപ്പർ ചാൻസ് തന്നെയായിരുന്നു. So Newcastle created chances at the end. They will be feeling frustrated. So statistically നമുക്ക് കാണാം 5 ബിഗ് ചാൻസ് അവർ മിസ് ചെയ്യുന്ന ഒരു സിനാരിയോ. സോ 2-2 സെയിന്റ് ജെയിംസ് പാർക്ക് നോട്ട് എ ബാഡ് റിസൾട്ട്. ഇപ്പോൾ ചെൽസിക്ക് അഗേൻസ്റ്റ് ഒരു ഡ്രോ, ന്യൂകാസിലിന് നല്ലൊരു റിസൾട്ടാണ് ഓൺ പേപ്പർ. ചെൽസിക്കും 2-0 പുറകെ പോയതിനു ശേഷം അതും സെയിന്റ് ജെയിംസ് പാർക്ക് ചെയ്തിട്ടൊരു ഡ്രോ, അത് മോശമായിട്ടുള്ള ഒരു റിസൾട്ട് അല്ല. ഓൺ പേപ്പർ രണ്ടുപേർക്കും നല്ല റിസൾട്ടാണ് ഇത്. പക്ഷേ മാച്ച് വിത്ത് ദ വേ മാച്ച് എൻഡഡ്, ന്യൂകാസിൽ വിൽ ബി ഫീലിംഗ് വി ഷുഡ് ഹാവ് കൺവേർട്ടഡ് ദോസ് ചാൻസസ്. 3 points ആയിട്ട് പോകാനെന്നൊരു ഫീല് കിട്ടിയാൽ. സോ അവിടെ നിന്ന് നമ്മൾ മറ്റൊരു മാച്ചിലോട്ട് കിടക്കാനായിട്ടാണെങ്കിൽ ആർസണൽ ഇന്നലെ 1-0 എവർട്ടനെ തോപ്പിക്കുന്ന ഒരു സിനാരിയോ നമ്മൾ കണ്ടു. ലാസ്റ്റ് ഇയറിൽ ഇങ്ങനത്തെ മാച്ചുകളിലൊക്കെ ഞാൻ ഈ മാച്ചിന് മുമ്പ് എനിക്കൊരു ഫീൽ ഉണ്ടായിരുന്നു, മേ ബി ആർസണൽ എസ്പെഷ്യലി സിറ്റി വെസ്റ്റാമിനെ തോപ്പിച്ച് ടേബിൾ ടോപ്പേഴ്സായി 1 point ലീഡായി. ആർസണൽ പ്രഷറിലാവുമോ, ആർസണൽ ഇത് കൊണ്ടേ ബോട്ടിൽ എനിക്കൊരു ഡ്രോ ആവുമോ എന്നുള്ളൊരു ഫീൽ ഉണ്ടായിരുന്നു. പക്ഷേ ഈ മാച്ച് ആർസണൽ പ്ലേഡ് വെൽ ഉള്ളവരല്ല. ആർസണലിന്റെ പെർഫോമൻസ് ഇന്നലെ മോശമല്ലായിരുന്നു. 1-0 ഒരു വിക്ടറി ആയിട്ടാണ്. ഓൺ പേപ്പർ നിങ്ങൾ നോക്കുകയാണെങ്കിൽ 2 XG അവർ ക്രിയേറ്റ് ചെയ്തു, 3 ബിഗ് ചാൻസ് ക്രിയേറ്റ് ചെയ്തു, 3 അവർ മിസ് ചെയ്തു. സോ ആർസണൽ അവിടെയാണ് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇമ്പ്രൂവ് ചെയ്യണം. അപ്പുറത്ത് അവർക്ക് 0.20 ഉള്ളൂ, ഒരു ഷോട്ട് ഓൺ ടാർഗറ്റ് എവർട്ടൺ എടുക്കാൻ സാധിച്ചുള്ളൂ, ഒരു ബിഗ് ചാൻസ് പോലും അവർ ക്രിയേറ്റ്. ഡിഫൻസീവ്ലി അഗൈൻ എ സൂപ്പർ പെർഫോമൻസ്. കോൺട്രവേഴ്സി ഉണ്ട് ഈ മാച്ചിൽ, അതിലോട്ട് ഞാൻ വരാം. ബട്ട് സൂപ്പർ പെർഫോമൻസ്. ആൻഡ് ഈ മാച്ചിലോട്ട് വരുമ്പോഴേക്കും ആദ്യം തന്നെ ഒരു പെനൽറ്റി വിൻ ചെയ്യാണ്. ഗ്യോക്കറസ് പെനൽറ്റി കൺവേർട്ട് ചെയ്യുന്നത്. അതിന് മുമ്പ് ആ പെനൽറ്റി വിൻ ചെയ്ത് കാണാം അവിടെ ബാസ്കറ്റ് ബോൾ കളിക്കാനായിട്ട് ശ്രമിക്കുമായിരുന്നു തോന്നുന്നു. അത് ഒരു കോർണർ കിക്ക് സിറ്റുവേഷനിൽ ഹാൻഡ് ബോൾ പെനൽറ്റി ഗ്യോക്കറസ് എടുക്കുന്നു. നല്ലൊരു പെനൽറ്റി തന്നെയായിരുന്നു. 1-0 ഒരു ലീഡ് എടുക്കുകയാണ്. സോ നമ്മൾ നോക്കുകയാണെങ്കിൽ ആർസണൽ 1-0 എടുക്കുന്നു, ഓക്കെ, ഗെയിം ഓൺ. ആർസണൽ ഷുഡ് ഗോ ഫോർ ദാറ്റ് സെക്കൻഡ് ഗോൾ, 2-0 3-0 ആക്കണം. പക്ഷെ ആ ഗെയിമിൽ പിന്നീട് ഹാഫ് ചാൻസുകൾ അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, പക്ഷെ കൺവേർട്ട് ചെയ്യുന്നില്ല. എസ്പെഷ്യലി നിങ്ങൾക്ക് ഇപ്പൊ കാണാം മറ്റൊരു മൊമെന്റ്, സാക്ക ടിംബറിലോട്ട് റിലീസ് ചെയ്യുന്നു, അതിന്റെ കട്ട് ബാക്ക് സാക്കയിലോട്ട് വരുമ്പോഴേക്കും സാക്ക അത് ശരിക്കും ടർക്കോസ്കി അത് വന്ന് ബ്ലോക്ക് ചെയ്യുകയാണ്. ആള് ടാർഗറ്റിലോട്ടാണ് ആ ഷോട്ട് എടുക്കുന്നത്. പക്ഷെ ഷുഡ് കൺവേർട്ട് ദോസ് ചാൻസസ് അല്ലേ. സോ ആ ഒരു ഷോട്ട് നമ്മൾ നോക്കാനാണെങ്കിൽ ടർക്കോസ്കി ക്ലിയർ ചെയ്യുന്നു. പിന്നീട് നമുക്ക് കാണാം ട്രൊസാഡിലോട്ട് റൈസ് റിലീസ് ചെയ്യുന്ന ഒരു ബോൾ, ട്രൊസാഡിന്റെ ഒരു ഷോട്ട് ബാറിൽ തട്ടിപ്പോകുന്നു. പിന്നീട് സുബിമെൻഡിയുടെ ഒരു ഷോട്ട് ബാറിൽ തട്ടിപ്പോകുന്നു. സോ ഇതിൽ ഏതേലും ഒന്ന് രണ്ടെണ്ണമൊക്കെ കൺവേർട്ട് ചെയ്യണം അല്ലേ. സോ ഈ 1-0 ആണ് ജയിക്കുന്നത്. സോ ഇതിന്റെ ഇടയ്ക്ക് ഒരു കോൺട്രവേഴ്സി ഉണ്ട്. ഇപ്പൊ ഇവിടെ കാണാൻ ഒരു ബോള് ഫോളോ ചെയ്യുമ്പോഴേക്കും അവിടെ ബാരി ബോൾ വിൻ ചെയ്യാനായിട്ട് പോവാണ്. അവിടെ നമുക്ക് വേണം സലീബയും ബോളിന് വേണ്ടി വരികയാണ്. സോ അവിടെ ബോളിൽ കോൺടാക്ട് രണ്ടുപേർക്കും വന്നിട്ടില്ല, അതായത് ഒരു കൺട്രോളിലോട്ട് ആരും എത്തിയിട്ടില്ല. പക്ഷെ അവിടെ ഇങ്ങാണ് അവിടെ സലീബയുടെ ഒരു കോണ്ടാക്ട് ഉണ്ട് ബാരിയുടെ ലെഗിൽ. അവിടെ ഗ്രീലിഷ് പെനൽറ്റിക്ക് വേണ്ടി അപ്പീൽ ചെയ്യുന്നതാണ്. പിന്നീട് ഇതിന്റെ വിശദീകരണം വന്നത് എന്നാന്ന് വെച്ചാൽ രണ്ടുപേരെയും കൺട്രോൾഡ് ബോൾ ആയിട്ടില്ലായിരുന്നു. ഒന്നാമത്തെ ഒരു വിശദീകരണം അതാണ്. ആ ടച്ച് വളരെ മൈനർ ആയിട്ടുള്ള ഒരു ടച്ച് ആണെന്നുള്ള ഒരു വിശദീകരണമാണ്. പക്ഷെ ഇങ്ങനത്തെ ഇൻസിഡന്റുകൾ പെനൽറ്റി കൊടുത്ത് നമ്മൾ കണ്ടിട്ടുണ്ട്. സോ ആ ഒരു പെനൽറ്റി അവിടെ കൊടുക്കുമായിരുന്നെങ്കിൽ, എവർട്ടൺ അത് കൺവേർട്ട് ചെയ്യുമായിരുന്നെങ്കിൽ മേ ബി 1-1 ആയിരുന്നു. അവിടെ ആ ഡിസിഷൻ ആ സമയത്ത് ആർസണലിന് ഫേവറബിൾ ആയിട്ട് വന്നു. 50-50 കോൾ ആർസണലിന് ഫേവറബിൾ ആയിട്ട് അവിടെ വന്നു. സോ ഹൂ നോസ് സിനാരിയോ കംപ്ലീറ്റ്ലി മാറിയാണ്. ആ ചാൻസുകൾ മിസ് ചെയ്തത് കംപ്ലീറ്റ്ലി ഇഷ്യൂ ആയത്. സോ അവിടെയാണ് ആർസണൽ ഇമ്പ്രൂവ് ചെയ്യേണ്ടത്. ആർസണൽ ചാൻസുകൾ കൺവേർട്ട് ചെയ്യണം. കാരണം ഡിഫൻസീവ്ലി ദേ ആർ സോളിഡ്. ചില മാച്ചുകൾ ചിലപ്പോൾ 1-2 ഗോൾ കൺസീഡ് ചെയ്തെന്ന്, ബട്ട് ഡിഫൻസീവ്ലി ദേ ആർ സോ സോളിഡ്. പക്ഷേ ലീഗ് അടിക്കണമെങ്കിൽ യു ഹാവ് ടു കൺവേർട്ട് ദോസ് ചാൻസസ്. അത് മസ്റ്റ് ആൻഡ്. ലീഗിൽ ഗോൾ സ്കോറിംഗ് ഒരു വലിയ ഫാക്ടറാണ്. അത് സിറ്റി റീസെന്റ് പ്രീമിയർ ലീഗ് ഡോമിനേറ്റ് ചെയ്ത് പ്രീമിയർ ലീഗ് ലാസ്റ്റ് 10 years അടിച്ച ടീമുകളുടെ ഹിസ്റ്ററി നിങ്ങൾ നോക്കുവാണെങ്കിൽ ഡിഫൻസീവ്ലി ദേ ആർ ഓക്കെ. അതായത് സോളിഡ് ആയിട്ടൊരു കുഴപ്പമില്ലാത്തൊരു ഡിഫൻസ്, വേൾഡ് ക്ലാസ് ഡിഫൻസ്, അതായത് ലോകത്തിലെ ഏറ്റവും ബെസ്റ്റ് ഡിഫൻസ് ഉള്ള ടീമുകൾ ലീഗ് അടിച്ചു എന്നുള്ളൊരു സിനാരിയോസ് കുറവാണ്. മേ ബി അവർ ഗോളുകൾ കൺസിഡർ ചെയ്യാം. ബട്ട് സിറ്റി റീസെന്റ് അടിച്ച എല്ലാം നോക്കുക, അവരുടെ സ്ട്രെങ്ത് വാസ് സ്കോറിംഗ് ഗോൾസ്, ക്രിയേറ്റിംഗ് ചാൻസസ്, കൺവേർട്ടിംഗ് ദോസ് ചാൻസസ്. ലീഗിൽ അത് മസ്റ്റാണ്. സോ അത് ആർസണലിന് ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ക്വസ്റ്റ്യൻ ഉണ്ട്. സോ സാക്ക, ട്രൊസാഡ് ഇവരൊക്കെ ഇനി ഗെയിമിലോട്ട് വരണം. ദേ ആർ പ്ലേയിങ് ഗുഡ്. ജോക്കറസ് കുറച്ചുകൂടെയും
ഗോക്രസിലോട്ട് ഫീഡ് ചെയ്യാനായിട്ട് അവർ ശ്രമിക്കുന്നുണ്ട്. ഗോക്രസ് കുറച്ചുകൂടെ സ്പേസുകൾ ക്രിയേറ്റഡ് ആക്കണം. സോ അതൊക്കെ ഇമ്പ്രൂവ്മെന്റ് വരുമായിരിക്കും. ലെറ്റ്സി. ആർസണലിനും കുറച്ച് ഇഞ്ചുറി ഇഷ്യൂസ് ഒക്കെ ഉണ്ട്, പക്ഷേ എവരിബഡി ഈസ് റിട്ടേണിങ് എന്നൊരു ഫീൽ ഉണ്ട്. നമുക്ക് നോക്കാം കാര്യങ്ങൾ എങ്ങനെ പോകുമെന്ന്. അവിടുന്ന് നമ്മൾ മറ്റൊരു മാച്ചിലോട്ട് നോക്കുകയാണെങ്കിൽ ഇന്നലെ ഇപ്പൊ ആർസണലിന്റെ കാര്യം പറയുമ്പോഴേക്കും സിറ്റിയുടെ കാര്യം പറയണല്ലോ. സിറ്റി വെസ്റ്റ് ഹാമിനെ 3-0 തോപ്പിക്കുന്ന ഒരു സിനാരിയോ നമ്മൾ കണ്ടു. എർലിംഗ് ഹാലൻഡ് മാൻ, വാട്ട് എ മെഷീൻ അല്ലേ, പറയാതിരിക്കാൻ വയസ്സ്. ഈ മാച്ചിനെ കുറിച്ച് കുറച്ച് പറയണം. കാരണം മാഞ്ചസ്റ്റർ സിറ്റിയിൽ ഡോക്കു ഇല്ല, ഇന്നലെ റൈൻഡേഴ്സ് ആണ് സ്റ്റാർട്ട് ചെയ്തത്. റൈൻഡേഴ്സ് സീസൺ സ്റ്റാർട്ട് ഒരു ഇംപ്രസ് ചെയ്തെങ്കിലും പിന്നീട് ഫോളോ ഓഫ് ചെയ്യുന്നു. ബട്ട് ഇപ്പം വീണ്ടും റൈൻഡേഴ്സ് ആളുടെ ബെസ്റ്റ് വേർഷനിൽ കളിക്കുന്നുണ്ട്. വൈ? റൈൻഡേഴ്സിനെ നമ്മൾ ആദ്യത്തെ മാച്ചുകളിലൊക്കെ എസ്പെഷ്യലി 2-3 മാച്ചുകൾ കഴിഞ്ഞപ്പം അവർ DMF ആയിട്ടും സിംഗിൾ പിവറ്റ് ആയിട്ടും ചില സിറ്റുവേഷൻസ് DP ഓപ്പറേറ്റ് ചെയ്യാനായിട്ട് ഫോഴ്സ് ചെയ്യുന്നുണ്ട്. പക്ഷെ റൈൻഡേഴ്സിന്റെ സ്ട്രെങ്ത് ഇതാണ്, അപ്പ് ഫ്രണ്ട് ആണ്. ഇന്നലെ റൈൻഡേഴ്സിന്റെ ഹീറ്റ് പാപ്പ് നിങ്ങൾ നോക്കുവാണെങ്കിൽ യു ക്യാൻ സി അവർ റൈൻഡേഴ്സ് ഓപ്പറേറ്റ് ചെയ്യുന്നത് ആ ഒരു മിഡ് തേർഡിനും ഫൈനൽ തേർഡിനും ഇടയിലാണ്. അതാണ് പുള്ളിയുടെ ഫോർഡൻ ഡ്രോപ്പ് ചെയ്തു, ചെറുക്കി ഡ്രോപ്പ് ചെയ്തു റൈൻഡേഴ്സിനും കൂടുതൽ ഇന്നലെ. റൈൻഡേഴ്സ് എന്തായാലും ഒരു ഗോൾ സ്കോറിംഗ് മിഡ്ഫീൽഡറാണ്. സോ ഇന്നലെ റൈൻഡേഴ്സിന്റെ ഗോൾ വന്നു. ആൻഡ് സിറ്റിയുടെ ഈ സീസണിലെ ഒരു ഇൻട്രസ്റ്റിംഗ് സ്റ്റാറ്റ് എന്താണെന്ന് വെച്ചാൽ വൈഡിലൂടെ അവർ ധാരാളം ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ട്. 75% ഓഫ് ദെയർ അറ്റാക്സ് സിറ്റി എപ്പോഴും വൈഡ് ഏരിയാസ് യൂട്ടിലൈസ് ചെയ്യണം. ബട്ട് ലാസ്റ്റ് ഫ്യൂ ഇയേഴ്സ് ആയിട്ട് നോക്കുവാണെങ്കിൽ ഇത് കൂടുതലാണ്. അറ്റാക്സ് വൈഡ് ഏരിയാസിൽ നിന്നാണ് വരുന്നത്. അതിന് ഏറ്റവും കൂടുതൽ കട്ട് ബാക്സ് ചെയ്യുന്ന ഒരു ടീമുമാണ് സിറ്റി. സോ അത്ലറ്റിക്കിന്റെ ഒരു റിപ്പോർട്ടുണ്ട്, നിങ്ങൾക്ക് അത്ലറ്റിക്കിന്റെ എക്സ്പെജി കീറോണെ കാണാൻ സാധിക്കും. ഏറ്റവും കൂടുതൽ കട്ട് ബാക്സ് ചെയ്യുന്ന ഒരു ടീമാണ് സിറ്റി. ഇപ്പോൾ ക്ലിയർ അവർ 7 ഗോൾ കട്ട് ബാക്സ് സ്കോർ ചെയ്തിട്ടുണ്ട് ഈ സീസൺ. സോ സിറ്റി ഹാഫ് സ്പേസസ് ഏറ്റവും നല്ലപോലെ യൂട്ടിലൈസ് ചെയ്യുന്ന ഒരു സൈഡ് ഇൻ യൂറോപ്പാണ്. അതിൻ്റെ ഒരു എക്സാമ്പിളാണ്. സോ സിറ്റിയുടെ ഇന്നലത്തെ ഗോളുകൾ വന്ന സിനാരിയോസ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ മനസ്സിലാവും ഹാഫ് സ്പേസസ് എക്സ്പ്ലോയിറ്റ് ചെയ്തുകൊണ്ടാണ്. സോ ഒരു ഫസ്റ്റ് ഗോൾ വന്ന ഒരു സിനാരിയോ നിങ്ങൾക്ക് കാണാം. അവിടെ ഫോർഡൻ ഹാഫ് സ്പേസിൽ ഓപ്പറേറ്റ് ചെയ്യുകയാണ്, ബെർണാർഡോ സിൽവ ഹാഫ് സ്പേസിൽ ഓപ്പറേറ്റ് ചെയ്യാണ്. റയാൻ ചെർക്കിക്ക് പുള്ളി ഫ്രീഡം കൊടുത്തിരിക്കുകയാണ്. റയാൻ ചെർക്കി ശരിക്കും ഈ ടീമിൽ ഏറ്റവും ഫ്രീഡം ഇപ്പോൾ റീസെന്റ് കൊടുത്തിരിക്കുന്ന പ്ലെയർ ആയിട്ട് പോകുന്ന റയാൻ ചെർക്കിയാണ്. റയാൻ ചെർക്കി ഫ്രീലി റോം ചെയ്യുകയാണ്. ചില സമയത്ത് റൈറ്റ് ഹാൻഡ് സൈഡ് ഹാഫ് സ്പേസിൽ കാണാം, ചില സമയത്ത് റൈറ്റ് ഹാൻഡ് സൈഡ് ടച്ച് ലൈനിൽ കാണാം, ചില സമയത്ത് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് ഹാഫ് സ്പേസിൽ കാണാം. ആ നിക്കോ റെയിലിയും ഡോക്കു നമ്മളിപ്പം ലാസ്റ്റ് സീസൺ സീസൺ സ്റ്റാർട്ടിലെല്ലാം പറഞ്ഞ കാര്യമാണ്. നിക്കോ റെയിലി പിച്ച് സ്ട്രെച്ച് ചെയ്യുന്നു, ഡോക്കു ഇൻവേർട്ട് ചെയ്യുന്നു. ചില സമയത്ത് ഡോക്കു പിച്ച് സ്ട്രെച്ച് ചെയ്യുന്നു, നിക്കോ റെയിലി ഇൻവേർട്ട് ചെയ്യുന്നു. സിമിലർലി മത്തേസ് യൂണിവേഴ്സിനെ കൂടുതൽ ആൾ പിച്ച് സ്ട്രെച്ച് ചെയ്യാനായിട്ടാണ് യൂട്ടിലൈസ് ചെയ്യുന്നത്. ഫുൾ ബാക്സിനെ പുള്ളി കൂടുതൽ ഇൻവേർട്ട് ചെയ്യിപ്പിക്കുന്നതിനേക്കാളും കൂടുതൽ സ്ട്രെച്ച് ചെയ്യാൻ യൂട്ടിലൈസ് ചെയ്യുന്നു. ഇഫ് ദർ ഇസ് സ്പേസസ് നിക്കോ റെയിലി ചില സമയത്ത് ഇപ്പം ഡോക്കു നിക്കോ റെയിലിയും തമ്മിൽ അവിടെ ഒരു ഇന്റർചേഞ്ച് ഇടയ്ക്ക് നടക്കാം. ഇന്നലെ ഡോക്കു ഇല്ലായിരുന്നു. സോ നമ്മൾ നോക്കുവാണെങ്കിൽ ഹാഫ് സ്പേസസ് വെസ്റ്റ് ഹാമിന്റെ റിയലി അവർ എക്സ്പ്ലോർ ചെയ്ത ഒരു സിനാരിയാണ് നമ്മൾ കണ്ടത്. ആ ഒരു ഫോർഡനിലോട്ട് ബോൾ വരുന്നു, ഫോർഡന്റെ ഒരു ക്രോസ് ബോക്സിലോട്ട് വരുന്നു. അവിടെ ഫസ്റ്റ് ടൈം അത് സേവ് ചെയ്യുകയാണ്, പക്ഷെ വീണ്ടും റീബൗണ്ട് ഹാളൻഡിലോട്ട് ഇടുന്നു. ഹാളൻഡ് കൺവേർട്ട് ചെയ്യുന്നു 1-0 ഒരു ഗോള് ലീഡ് എടുക്കണം. പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സെക്കൻഡ് ഗോളാണ്. സെക്കൻഡ് ഗോൾ നിങ്ങൾക്ക് അവിടെ കാണാം. അവിടെ വെസ്റ്റ് ഹാം ബോളുമായിട്ട് പ്രോഗ്രസ് ചെയ്യാൻ ശ്രമിക്കുന്നത് ചെറുക്കി പ്രസ് ചെയ്ത് വിൻ ചെയ്യുന്നു. അതൊരു ബ്യൂട്ടിഫുൾ പീസ് ഓഫ് സ്കില്ലായിരുന്നു. അത് എക്സാക്ട്ലി എനിക്ക് സ്ക്രീൻഷോട്ട് ഇടാൻ പറ്റിയില്ല. ആളൊരു കിടിലൻ സ്കില്ലായിരുന്നു അത്. ആള് ബോക്സിലോട്ട് കിടക്കുന്നു, ഹാളനെ ആൾ ഫൈറ്റ്. സോ ആ ഹാഫ് സ്പേസിലൊക്കെ ഇപ്പം ആ ഹാഫ് സ്പേസിലൊക്കെ ആൾ ഓപ്പറേറ്റ് ചെയ്യുന്നതൊക്കെ എടുത്തു പറയേണ്ട കാര്യമാണ്. അവിടെ ഒരു ഫുൾ ബാക്ക് ഓപ്പറേറ്റ് ചെയ്യുന്നതിനേക്കാൾ എന്തുകൊണ്ടും സ്ട്രോങ്ങർ ആണ് ഇപ്പം റയാൻ ചെർക്കിയും ഫോർഡനും പോലത്തെ പ്ലേയേഴ്സൊക്കെ ഹാഫ് സ്പേസിൽ ഓപ്പറേറ്റ് ചെയ്യുന്നതല്ലേ. സോ ആൾ നേരെ ഹാളൻഡിലോട്ട് കൊടുക്കുന്നു. അവിടെ ഹാളൻഡിന്റെ എനിക്ക് ഗെയിമിൽ ഇമ്പ്രൂവ്മെന്റ് കാണാനുള്ളത് ഇവിടെയാണ്. സോ ഇപ്പൊ അവിടെ ഹാളൻഡ് റൈൻഡേഴ്സിന്റെ റൺ കാണാൻ റൈൻഡേഴ്സിലോട്ട് അത് ലേ ഓഫ് ചെയ്ത് കൊടുക്കുന്നു. ആൻഡ് റൈൻഡേഴ്സ് പോയത് ഫിനിഷ് ചെയ്യുകയാണ്. ഇവിടെ ഹാളൻഡ് ഇപ്പൊ ഈ സീസണിൽ നമ്മൾ ഇത്ര എല്ലാം പറയും, ഹാളൻഡ് ഗോളുകളും എല്ലാം അടിച്ചു കൂട്ടുന്നുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ എനിക്ക് ഈ സീസണിൽ ഹാളൻഡ് ആസ് എ ഫുട്ബോൾ പ്ലെയർ മാസീവ് ഇമ്പ്രൂവ്മെന്റ് കാണാനുണ്ട്. ഡ്രോപ്പ് ചെയ്ത് തന്റെ ടീമേറ്റ്സിന് സ്പേസ് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്ന ഒരു സിമ്പിൾ ടൈം ഞാൻ യൂട്ടിലൈസ് ചെയ്യുന്നില്ല. അത് മാത്രമല്ല ഹാളന്റെ ഭാഗത്തുനിന്ന് കാണുന്നത് എന്നാന്ന് വെച്ചാൽ ആളുടെ ചില സമയത്തെ ടച്ചുകൾ, ഡിസിഷൻ മേക്കിങ്ങുകൾ ആൻഡ് ഡ്രോപ്പ് ചെയ്ത് സ്പേസ് ക്രിയേറ്റ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഡ്രോപ്പ് ചെയ്യുമ്പോൾ ഗെയിമിൽ ഇൻവോൾവ് ചെയ്യുന്നുണ്ട്. ചുമ്മാ ഡ്രോപ്പ് ചെയ്യുമല്ലോ, ആൾ ഹോൾഡ് ചെയ്യുന്നു, ഈസ് പ്രൊവൈഡിങ് ദോസ് പാസസ്. സിമ്പിൾ ബാക്ക് പാസസ് മാത്രമല്ല ആൾ നോക്കുന്നത്. ഡ്രോപ്പ് ചെയ്ത് ഹോൾഡ് ചെയ്യുന്നു, ഓക്കെ സ്ട്രൈക്കേഴ്സ് ചെയ്യുന്ന പോലെ ഹോൾഡ് ചെയ്യുന്നു, നമുക്കൊരു സ്റ്റോപ്പ് ചെയ്യാം, നേരെ ബാക്കിലോട്ടൊരു പാസ് കൊടുക്കാം, റൺ ഇൻ ബൈ. അതല്ല ചെയ്യുന്നത്, ആള് സ്റ്റോപ്പ് ചെയ്യുന്നു. ഹാളിന്റെ ഗെയിമിൽ ഈ സീസൺ ഇമ്പ്രൂവ്മെന്റ് വന്നൊരു കാര്യം, ഈ ഗോളിലല്ല അല്ലാതെ ഗെയിമിൽ നിങ്ങൾ നോക്കുവാണെങ്കിൽ ആള് ടേൺസ് നടത്താൻ മാക്സിമം ഇമ്പ്രൂവ്മെന്റ് വന്നിട്ടുണ്ട്. അതായത് നമ്മളൊരു DMF-ലൊക്കെ പറയത്തില്ലേ, ഫേസിംഗ് ദ ഗോൾ കീപ്പർ ബോൾ കിട്ടുന്നു, ടേൺ ചെയ്യുന്നു. സുവാറസിന്റെ ഒക്കെ ഒരു സ്ട്രെങ്ത് അതായിരുന്നു. സുവാറസെ ഹാരിക്കേനെ ഒക്കെ നിങ്ങൾ നോക്കുവാണെങ്കിൽ അവരുടെ ഒരു ജനറൽ ഗെയിം പ്ലേയിലുള്ള ഒരു സ്ട്രെങ്ത് അതാണ്. ഈവൻ ഫേസിംഗ് യുവർ ഓൺ ഗോൾ കീപ്പർ ദേ ആർ റിയലി ഗുഡ് അറ്റ് ടേണിംഗ്. മിക്ക സ്ട്രൈക്കേഴ്സിന്റെ ഒരു സ്ട്രെങ്ത് ആണ്. ആ ഹാളൻഡ് ഇപ്പോൾ അത് മാസീവ്ലി ഇമ്പ്രൂവ്ഡ് ആയിട്ടുണ്ട്. ഫേസ് ചെയ്യുന്നു, ഡ്രോപ്പ് ചെയ്യുന്നു, ബോൾ ഹോൾഡ് ചെയ്യുന്നു, ആൻഡ് ഈ ടേണിംഗ് വിത്ത് ദ ബോൾ, ബീറ്റിംഗ് ദാറ്റ് ഡിഫൻഡർ. എന്നിട്ട് പുള്ളി ആ ത്രൂ പാസുകൾ റിലീസ് ചെയ്യുന്നുണ്ട്, വിച്ച് മേക്സ് ഹിം മച്ച് ഡേഞ്ചറസ്. കാരണം ഡ്രോപ്പ് ചെയ്ത് ഹോൾഡ് ചെയ്ത് ബാക്കിലോട്ട് ഒരു മിഡ്ഫീൽഡറിലോട്ട് പാസ് കൊടുത്തിട്ട് റൺ നടത്തുന്നതിനേക്കാളും ഡേഞ്ചറസ് ആണ് ഇഫ് ഹി ഈസ് സ്റ്റോപ്പിംഗ് ദ ബോൾ, ടേണിംഗ് ആൻഡ് റിലീസിംഗ് ദ പാസസ്. കാരണം ഒപ്പോണന്റിന് ടൈം കുറവാണ്. ആൻഡ് ഒപ്പോണന്റിന് ഒരു പ്ലെയറിനെ ഗെയിമിൽ നിന്ന് ഔട്ടാക്കുകയാണ്.
ആൻഡ് ഓൾസോ ഹീ ഈസ് ഓൾസോ മേക്കിംഗ് ദാറ്റ് റൺ ഇൻ ടു ദ ഫൈനൽ തേർഡ്. ആ ഒരു ഡിഫൻഡറിനെ ബീറ്റ് ചെയ്തു 2 or 3 seconds. ഇപ്പോൾ ഈ റീസെന്റ് ഫുട്ബോൾ ട്രാൻസിഷനിൽ 2-3 സെക്കൻഡ് സേവ് ചെയ്യാന്ന് പറഞ്ഞാൽ മാസീവ് ആണ് ഇപ്പം. സോ അതൊക്കെ ഒരു മാസീവ് ഇമ്പ്രൂവ്മെന്റ് ആണ്. സോ സെക്കൻഡ് ഹാഫിലോട്ട് വരുന്നു, സെക്കൻഡ് ഹാഫിലും ആ തേർഡ് ഗോൾ വരുന്ന ഒരു സിനാരിയോ നമ്മൾ കണ്ടു. അതും ഒരു അതവിടെ ഒരു വെസ്റ്റ് ഹാം വാസ് റിയലി ബാഡ്, ഉള്ളത് പറയാതിരിക്കാൻ വയ്യ. അവിടെ വളരെ മോശമായിട്ടുള്ള ഒരു പീസ് ഓഫ് ഡിഫെൻഡിങ്ങിന്റെ അല്ല, അതൊരു അൺലക്കിനെസ്സും എല്ലാം ഒരു മിക്സ്ചർ ഓഫ് എവറിത്തിങ്. അവിടെ റിക്കോ ലൂയിസ് ഒരു പാസ് ഹാളൻഡിലോട്ട് വരുന്നു, പക്ഷെ അവിടെ ആ 2 ഡിഫൻഡേഴ്സിന്റെ കാലിൽ സവീനോ ആണ് റിക്കോ ലൂയിസിലോട്ട് കൊടുക്കുന്നത്. റിക്കോ ലൂയിസ് ഹാളൻഡിനെ ഫൈൻഡ് ചെയ്യാൻ നോക്കുന്നു. അവിടെ ശരിക്കും അവരുടെ ഡിഫൻഡേഴ്സ് രണ്ടുപേരും തമ്മിൽ കൺഫ്യൂസ്ഡ് ആയി. അവരുടെ രണ്ടുപേരെയും കാലിലിടിച്ച് നേരെ ഹാളൻഡിലോട്ട് കിട്ടുന്നു. റിക്കോ ലൂയിസിന് അസിസ്റ്റ് കിട്ടത്തില്ല, അതൊരു ഓൺ ഗോൾ അസിസ്റ്റ് എന്ന് പറയാമല്ലോ. സോ ഹാളൻഡിലോട്ട് ചെല്ലുന്ന ഹാളൻഡിന്റെ സിമ്പിൾ ഫിനിഷ്, സെക്കൻഡ് ഗോൾ ഓഫ് ദ ഗെയിം, 3-0 ഒരു വിക്ടറി. ഇതിനിടയ്ക്ക് ഡൊണറൂമയുടെ ഒരു ഡബിൾ സേവ് സെക്കൻഡ് ഹാഫിലുണ്ടായിരുന്നു. സോ സ്ഥിരം പാറ്റേൺ കാണാനുണ്ട് സിറ്റിയിൽ. ഇപ്പം ഈ സീസണിലെ അനന്തർ ഗ്രേറ്റ് സൈനിങ് ആണ് ജിജി ഡൊണറൂമ, പറയാതിരിക്കാൻ വയ്യ. ഡൊണറൂമ സിറ്റി എപ്പോഴൊക്കെ ഡിഫൻസ് ചില സമയത്ത് സ്ലീപ്പ് ചെയ്യുന്നു, അപ്പോഴൊക്കെ ഡൊണറൂമ സ്റ്റെപ്പ് ചെയ്യുന്നുണ്ട്. സെക്കൻഡ് ഹാഫ് സ്റ്റാർട്ടിൽ വെസ്റ്റ് ഹാം 2 ചാൻസ് ക്രിയേറ്റ് ചെയ്താലും ഒരു ഡബിൾ സേവ് ഉണ്ടായിരുന്നു ഡൊണറൂമയുടെ. കിഡിലൻ സാധനമായിരുന്നു അതൊക്കെ. സോ ബട്ട് ഇവൻച്വലി അറ്റ് ദ എൻഡ് സിറ്റി 5ഓളം ബിഗ് ചാൻസ്, ഇപ്പം നമ്മൾ നോക്കുവാണെങ്കിൽ 8ഓളം ബിഗ് ചാൻസ് ക്രിയേറ്റ് ചെയ്തു. ഈ മാച്ചിൽ അവർ 5ഓളം ബിഗ് ചാൻസ് മിസ് ചെയ്തു. പക്ഷേ സിറ്റി ചാൻസുകൾ കൺവേർട്ട് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഒരു ക്ലീൻ ഷീറ്റ്. ഐ തിങ്ക് ആർസണൽ ഈസ് അണ്ടർ പ്രഷർ. 2 പോയിന്റ് പുറയിലാണ് സിറ്റി ഉള്ളത്. നമുക്ക് നോക്കാം എന്താവുന്നു. ആർസണൽ ഗോളുകൾ സ്കോർ ചെയ്യാൻ തുടങ്ങിയേ പറ്റൂ. അവിടുന്ന് നമ്മൾ മറ്റൊരു മാച്ചിലോട്ട് കിടക്കാനായിട്ടാണെങ്കിൽ പ്രോബ്ലി ഇന്നലത്തെ ഏറ്റവും ഗ്ലാമറസ് പോരാട്ടം എന്ന് പറയാം ഓൺ പേപ്പർ, ലിവർപൂൾ വേഴ്സസ് ടോട്ടൻഹാം ഹോട്ട്സ്പർ വേഴ്സസ് ലിവർപൂൾ. ഏറ്റവും കൂടുതൽ പ്രീമിയർ ലീഗ് ഹിസ്റ്ററിയിൽ ഏറ്റവും കൂടുതൽ ഗോളുകൾ പിറന്നിട്ടുള്ള ഒരു മത്സരമാണ്. അതിന് ഇന്നലത്തെ മാച്ചിലോട്ട് വരുമ്പോഴേക്കും നിങ്ങൾക്ക് ഇപ്പോൾ 2 ടീം ഇറക്കിയ ലൈനപ്പ് കാണാം. അവിടെ ടോട്ടൻഹാം ഹോട്ട്സ്പർ ഇറക്കിയ ലൈനപ്പിൽ അറ്റാക്കിങ് ഇൻറ്റൻറ്റോടുകൂടി തന്നെയുള്ള ഒരു ലൈനപ്പാണ് ഓൺ പേപ്പർ ഇറക്കിയത്. ഗ്രേയും ബെർഗ്വാളും കൊളമുവാനും എല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നു. ആൻഡ് അപ്പുറത്ത് ലിവർപൂൾ ഇറക്കിയ ലൈനപ്പിൽ വലിയ സർപ്രൈസുകളില്ല. എക്സാക്ട്ലി വീണ്ടും നമ്മൾ നോക്കാനാണ് ഇസാക്കിനെ ബെഞ്ച് ചെയ്ത് എക്കിറ്റിക്കാണ് സ്റ്റാർട്ട് ചെയ്തത്. സബോസ്ലൈ റൈറ്റിലും വിച്ച് ലെഫ്റ്റിലും. സോ വിച്ചിന്റെ പെർഫോമൻസ് ഇതുവരെ കൊള്ളായിരുന്നു. വിച്ചിന്റെ ഒരു അസിസ്റ്റ് പ്രീമിയർ ലീഗിൽ ആളിൽ അങ്ങനെ ഒരു ഡ്രോട്ട് ബ്രേക്ക് ചെയ്തിരിക്കുകയാണ്. ആൾക്കൊരു അസിസ്റ്റ് കിട്ടിയിരിക്കുകയാണ് പ്രീമിയർ ലീഗിൽ ഫസ്റ്റ് അസിസ്റ്റ് ഫോർ ഫ്ലോയം വിച്ച് വന്ന ഒരു മാച്ച് തന്നെയായിരുന്നു ഇത്. പക്ഷേ ഈ ഒരു മാച്ചിൽ ഒരു ഗെയിം ചേഞ്ചിങ് ഒരു മോസ്റ്റ് കോൺട്രവേഴ്ഷ്യൽ മൊമെന്റ്, കോൺട്രവേഴ്ഷ്യൽ എന്ന് പറയുന്നത് ശരിയല്ല, അത് റൈറ്റ് ഡിസിഷൻ തന്നെയാണ്. ആ ഒരു ചാവി സിമൻസിന്റെ റെഡ് കാർഡ്, അനാവശ്യമായിട്ട് ആള് പോയി റെഡ് കാർഡ് വാങ്ങിക്കുന്ന ഒരു സിനാരിയോ നമ്മൾ കാണും. ആ ഒരു 11 vs 11 ആയിട്ട് ഈ ഒരു ഗെയിം മുന്നോട്ട് പോവാണെങ്കിൽ ഐ തിങ്ക് ഗെയിം മേ ബി ഇതായിരിക്കത്തില്ലായിരുന്നു റിസൾട്ട്. കാരണം ലിവർപൂൾ ഇന്നലെ വളരെ സ്ലോ ആണ്. ടു ആൻ എക്സ്റ്റെൻഡ് നമുക്കറിയാം ലിവർപൂളിലെ കുറേ പ്ലേയേഴ്സ് ഫോം ഔട്ടാണ്. ഇഞ്ചറീസ് ധാരാളം വലക്കുന്നുണ്ട് ലിവർപൂൾ. നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്. ഈ മാച്ചിൽ വീണ്ടും ഇഞ്ചറി ഇഷ്യൂസ് വന്നിട്ട് അതിലോട്ട് ഞാൻ കിടക്കാം. പക്ഷേ നിങ്ങൾ സ്റ്റാറ്റ്സ് നോക്കുവാണെങ്കിൽ നിങ്ങൾക്ക് കാണാം സ്പേഴ്സ് ഓൾമോസ്റ്റ് ഒരു 60 മിനിറ്റ്സോളം അവർ 10 പേരുമായിട്ടാണ് കളിച്ചത്. എന്നിട്ടും ദേ ക്രിയേറ്റഡ് മോർ XG. വലിയ ഡിഫറൻസ് ഇല്ല, പക്ഷെ എന്നാലും ദേ ക്രിയേറ്റഡ് മോർ XG. മോമെന്റ്സിൽ ഇപ്പൊ അവരെ 11 vs 11 ആയിരുന്ന സിറ്റുവേഷൻസിലും സ്പേഴ്സ് കുറച്ചുകൂടി ചാൻസുകൾ ക്രിയേറ്റ് ചെയ്യുന്ന ഒരു ഫീൽ. രണ്ടുപേരും ഗോൾ കീപ്പേഴ്സിനെ ടെസ്റ്റ് ചെയ്യുക, സിറ്റർ ചാൻസുകൾ മിസ് ചെയ്യുക, അങ്ങനെയല്ല. ബട്ട് സ്പേഴ്സ് ഒരു പോസിറ്റീവ് വൈബ് തോന്നുന്നുണ്ടായിരുന്നു, ഗെയിമിലുള്ള ഒരു ഫീൽ ഉണ്ടായിരുന്നു. പിന്നീട് ആ റെഡ് കാർഡ് ഇൻസിഡന്റ് വരുന്നു. അതിനുശേഷം നമ്മൾ കണ്ടാണ് കോളോമുവാനിയുടെ ഒരു മോമെന്റ് ഓഫ് കോളോമുവാനി ശരിക്കും വളരെ എന്താ പറയുക ആവറേജ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആണ് പുള്ളി പോകുന്ന ക്ലബ്ബുകളിൽ കൊടുക്കുന്നത്. പക്ഷേ ഇന്നലത്തെ മാച്ചിൽ നമുക്ക് ഈ കോളോമുവാനിയുടെ ഒരു കുഴപ്പം ഇതാണ്, ചില മോമെന്റ്സിൽ എപ്പോഴാണെന്ന് അറിയത്തില്ല, പുള്ളിക്ക് തോന്നുന്ന ഏതൊരു മോമെന്റിൽ ഒരു 6-9 മോമെന്റ് പുള്ളി ക്രിയേറ്റ് ചെയ്യും. അങ്ങനെ ഒരു 6-9 മോമെന്റ് ക്രിയേറ്റ് ചെയ്തൊരു മോമെന്റിൽ ആളെടുക്കുന്ന ഒരു ഷോട്ട് ബ്രാഡ്ലിയുടെ കാലിൽ ഡിഫ്ലക്റ്റഡ് ആയിട്ട് ബാറി തട്ടി പോകുന്നുണ്ട് ആ ഒരു ഫസ്റ്റ് ഹാഫ് എൻഡ് ചെയ്യുന്നതിന് മുമ്പ്. അത് മേ ബി കയറുമായിരുന്നു, ഒരു 1-0 ലീഡ് അവിടെ കിട്ടിയത്. ഇവൻ 10 മാനായിട്ട് കളിക്കുന്ന ഒരു സിറ്റുവേഷനാണ്. ഇത് തന്നെയാണ് അവർ ആ ഒരു 4-4-1 ഷേപ്പിലോട്ട് പോയി 10 പേരായതിനു ശേഷം കോളോമുവാനെ അപ്രണ്ട് നിർത്തിയിട്ട്. ആൻഡ് ട്രാൻസിഷൻസിലും മറ്റുമൊക്കെ ഒരു ലോങ് ബോൾ കോളോമുവാനെ ലക്ഷ്യമിട്ട് പോകുന്നൊരു സിനാരിയോസും. സോ ഇവിടെയാണ് ലിവർപൂൾ കുറച്ച് സ്ലോ ആണ്, ഭയങ്കര സ്ലോ ആയത്. ഈവൻ ആ 10 പേരെ അവർ ചുരുങ്ങിയതിനു ശേഷം ലിവർപൂൾ ഭയങ്കര സ്ലോലി ബോൾ മൂവ് ചെയ്യുന്നുള്ളൊരു ഫീലായിരുന്നു ഉണ്ടായിരുന്നത്. ആൻഡ് ലിവർപൂൾ കുറച്ചുകൂടെ കൺസർവേറ്റീവ് ആവാനായിട്ട് ശ്രമിക്കുന്നുണ്ടായിരുന്നു. എസ്പെഷ്യലി 11 vs 11 സിറ്റുവേഷൻസിൽ ആ ഒരു കൺസർവേറ്റീവ് അപ്രോച്ച് ലിവർപൂൾ എടുക്കുന്നുണ്ടായിരുന്നു. അവരെ ഓവർ അഗ്രസീവ്ലി പ്രസ് ചെയ്യുന്നില്ല, എന്നാലും ആ മോമെന്റ് സെലക്ട് ചെയ്ത് പ്രസ് ചെയ്യാനായിട്ട് നോക്കുന്നു. ആൻഡ് ഈവൻ ഫൈനൽ തേർഡിലോട്ട് കിടക്കുമ്പോൾ ദേ ആർ മേക്കിംഗ് ഷുവർ അറ്റ്ലീസ്റ്റ് 3 or 4 പ്ലേയേഴ്സ് മിഡ്ഫീൽഡ് ഉണ്ട്. ആ ഒരു 4-4 ഷേപ്പ് നമ്മൾ ഓഫ് ദ ബോൾ കീപ്പ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു 4-5 ഷേപ്പ്, അല്ലെങ്കിൽ ഒരു 5-4 ഷേപ്പ് നമ്മൾ ഓഫ് ദ ബോൾ കീപ്പ് ചെയ്യുന്നുണ്ട് ഫൈനൽ ഫേസിലോട്ട് എത്തുമ്പോൾ എന്നുള്ള ഒരു ഡിഫൻസീവ്ലി ഓഫ് ദ ബോൾ എന്നുള്ള ഇൻഷുർ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അത് ചില സിറ്റുവേഷൻസിൽ ടു മച്ച് കൺസർവേറ്റീവ് അപ്രോച്ച് ആവുന്ന പോലത്തെ ഒരു ഫീലും ഉണ്ടായിരുന്നു. ആൻഡ് ആ ഒരു ഗോൾ വന്നതും റൊമേറോയുടെ ഒരു മിസ്റ്റേക്കിലൂടെയാണ്. റൊമേറോ ബാക്കിൽ നിന്ന് പാസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത് നേരെ മക്കലിസ്റ്ററിന്റെ കാലിലോട്ടാണ് ചെല്ലുന്നത്. അത് നേരെ എക്കിറ്റിക്കയിലോട്ട് ചെല്ലുന്നു. ആൻഡ് എക്കിറ്റിക്ക നേരെ വിച്ചിലോട്ട് കൊടുക്കുന്നു. ആൻഡ് വിച്ചിന്റെ പാസ് ടു ഇസാക്ക്.
ആൻഡ് ഇസാക്ക് അത് ഫിനിഷ് ചെയ്യുകയാണ്. പക്ഷേ ഇസാക്ക് ആ ഫിനിഷ് ചെയ്യുന്നതിനിടെ ആൾക്ക് ഇഞ്ചറി പറ്റുകയാണ്. 1-0 ലീഡ് എടുത്തു. കണ്ടിട്ട് ആൾ റിയലി സ്ട്രഗിൾ ചെയ്യുമായിരുന്നു. ACL ടിയർ ആണോ മറ്റോ ഒന്നും അറിയത്തില്ല. കണ്ടിട്ട് ആൾ അത്യാവശ്യം കുറച്ച് മാച്ചുകൾ ഔട്ടാവുന്ന ഒരു ഫീലുണ്ട്. സോ അലക്സാണ്ടർ ഇസാക്കിനെ ഇഞ്ചറി പറ്റി മാറ്റുകയാണ്. ഇസാക്ക് പിച്ചിലോട്ട് വന്നത് ബ്രാഡ്ലിക്ക് പകരമാണ്. ബ്രാഡ്ലി ഹാഫ് ടൈമിന് മുമ്പ് ബ്രാഡ്ലിക്ക് ഇഞ്ചറി പറ്റി. സെക്കൻഡ് ഹാഫിൽ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ബ്രാഡ്ലിനെ മാറ്റി ഇസാക്ക് പിച്ചിലോട്ട് വരുന്ന ഒരു സിനാരിയോ നമ്മൾ കാണും. സോ ഇസാക്കിന് വീണ്ടും ഇഞ്ചറി പറ്റുന്നു. ഇസാക്കിന് ഇഞ്ചറി പറ്റിയതിന് പകരം വന്ന പ്ലെയറാണ് ഫ്രിംപോങ്. ഫ്രിംപോങ് 90-ാം മിനിറ്റിൽ ഫ്രിംപോങ്ങും ഇഞ്ചറി പറ്റിപ്പോയി. ആൻഡ് ഇതിനിടയ്ക്ക് വിക്സും ലാസ്റ്റ് ഇഞ്ചറി പറ്റിപ്പോയി. സോ ഈ വിക്സിന്റെ ഇഞ്ചറി അധികം സീരിയസ് ആവുന്നൊരു ഫീൽ ഇല്ല. ഫ്രിംപോങ്ങിന്റെ കാര്യം എനിക്കറിയത്തില്ല. ഫ്രിംപോങ് ഓൾറെഡി ഒരു ഇഞ്ചറി കഴിഞ്ഞ് വന്ന ഫസ്റ്റ് മാച്ചാണ്, അതിലും ആൾക്ക് ഇഞ്ചറി പറ്റിപ്പോയി. സോ മൈറ്റ് ബി എ ഫ്രസ്ട്രേറ്റിംഗ് റിസൾട്ട് ജയിച്ചെങ്കിൽ ഒരു ഫ്രസ്ട്രേറ്റിംഗ് നൈറ്റ് ആയിരിക്കും സ്ലോട്ടിന്. ഒന്ന് പെർഫോമൻസിൽ കുറച്ച് ഇഷ്യൂസ് ഉണ്ട്, രണ്ട് ഇത്രയും ഇഞ്ചറീസ്, അത് ഭയങ്കര തലവേദന ഇരുന്ന ഒരു കാര്യമാണ്. ആൻഡ് എക്കിറ്റിക്ക് ഇന്നത്തെ മാച്ചിൽ ധാരാളം മൊമെന്റ്സിൽ കുറച്ച് സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരുന്നു. നമുക്ക് ആൾ ഹാംസ്ട്രിങ്ങിനും മറ്റുമൊക്കെ പിടിക്കുന്നൊക്കെ സിനാരിയോസ് ഉണ്ടായിരുന്നു. ആൾക്ക് ഇഞ്ചറി ആയിട്ട് റിപ്പോർട്ടൊന്നും ഇല്ല, പക്ഷെ ഉണ്ടായിരുന്നു. സോ ഇത് ഫ്രസ്ട്രേറ്റ് ചെയ്യിപ്പിക്കുന്ന ഒരു കാര്യമായിരിക്കും. സോ അവിടെ ഒരു 1-0 ലീഡ് എടുക്കണം. പിന്നീട് ഫ്രിംപോങ്, ഇപ്പം ലിവർപൂളിന് എന്തുകൊണ്ടൊരു ടച്ച് ലൈൻ വിങ്ങർ വേണം എന്നുള്ളതിൻ്റെ ഒരു എക്സാമ്പിളാണ്. വൈ ലിവർപൂൾ ലാക്ക് ചെയ്യുന്ന ഒരു കാര്യം ഇതാണ്. ഇന്നലെ കെർക്കസിനെ വെച്ച് പുള്ളി പിച്ച് സ്ട്രെച്ച് ചെയ്യാനായിട്ട് തന്നെയാണ് നോക്കിയത്, വിച്ച് വാസ് ഗുഡ് ടു സി. കെർക്കസിനെ ഉപയോഗിച്ച് ചില സമയത്ത് കെർക്കസ് പുഷ് ചെയ്യുമായിരുന്നു ഫ്രണ്ടിലോട്ട് തന്നെ. കർട്ടിസ് ജോൺസ് പലപ്പോഴും ആൾക്ക് കവർ കൊടുക്കുമായിരുന്നു. ലെഫ്റ്റ് ബാക്കിന്റെ ആ ഒരു സിനാരിയോയിൽ പലപ്പോഴും കർട്ടിസ് ജോൺസ് ഡ്രോപ്പ് ചെയ്ത് അവിടെ കവർ കൊടുക്കുന്നുണ്ടായിരുന്നു. ആൻഡ് ഫ്രിംപോങ് വന്നതിന് ശേഷം നിങ്ങൾക്ക് ഇപ്പോൾ അവിടെ കാണാം, അവിടെ ഒരു പ്രോപ്പർ അവിടെ വൈഡിലോട്ട് ബോൾ ചെല്ലുന്നു. ഫ്രിംപോങ് അവിടെ സ്പെൻസിനെ ടേക്ക് ഓൺ ചെയ്യുന്നു, അവിടെ ക്രോസ് ഇടുന്നു. സ്പെൻസിന്റെ കാലിൽ ഡിഫ്ലക്റ്റഡ് ആയിട്ട് ബോൾ നേരെ എക്കിറ്റിക്കയുടെ ഹെഡറിലോട്ടാണ് വരുന്നത്. എക്കിറ്റിക്ക് അത് ഫിനിഷ് ചെയ്യും. അവിടെ എക്കിറ്റിക്ക് ജമ്പ് ചെയ്യുന്നതിനിടയ്ക്ക് അവിടെ ചെറുതായിട്ട് നമുക്ക് കാണാം റൊമേറോയുടെ ഷോൾഡറിൽ ഒന്ന് ടച്ച് ചെയ്യുന്നുണ്ട്. അത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ടച്ചാണ്. അത് ഗോൾ ഡിസർവ് ചെയ്യാനായിട്ടുള്ള ടച്ച് ഇല്ലെന്നാണ് വിധിക്കുന്നത്. സോ അവിടെ റൊമേറോ ആർഗ്യൂ ചെയ്ത് ഓൾറെഡി ഒരു യെല്ലോ കാർഡ് റൊമേറോ വാങ്ങിക്കുന്നുണ്ട് ആ ഒരു സിറ്റുവേഷൻ. ഓക്കെ, 2-0 പുറകെ പോയി. പിന്നീട് സ്പേഴ്സ് പിന്നീട് നമ്മൾ നോക്കാനായിട്ട് പതുക്കെ ഗെയിമിലോട്ട് ലാസ്റ്റ് മൊമെന്റ്സ് വരുന്ന ഒരു ഫീൽ വന്നു. എസ്പെഷ്യലി റിച്ചുബായ് പിച്ചിലോട്ട് ഇറങ്ങിയാൽ പിന്നെ അറിയാമല്ലോ ഒരു ഗോൾ മസ്റ്റാണ്. ഒരു കോർണർ കിക്ക് സിനാരിയോ ആണെന്ന് തോന്നുന്നു. അവിടെ ക്ലിയർ ചെയ്യാനായിട്ട് ലിവർപൂളിന് സാധിക്കുന്നില്ല. അവിടെ വാണ്ടേക്കിന് ക്ലിയർ ചെയ്യാൻ സാധിക്കുന്നില്ല. നേരെ നമ്മൾ നോക്കാനായിട്ടാണ് റിച്ചുബായിലോട്ട് ഇരുന്നാൽ റിച്ചുബായ് അത് ഫിനിഷ് ചെയ്യുകയാണ്. അവിടെ 2-1 ആക്കുകയാണ്. ഓക്കെ, 2-1 എന്നുള്ളൊരു സിനാരിയോ. സ്പേഴ്സ് മേ ബി ഒരു ഈക്വലൈസർ സ്കോർ ചെയ്യാം എന്നുള്ള ഒരു സിറ്റുവേഷൻ വരുന്നു. 9 മിനിറ്റ് ആഡ് ഓൺ ടൈം കൊടുക്കുന്നു. 93-ാം മിനിറ്റിലോട്ട് കളി കിടക്കുന്നു. ആ ഒരു സിറ്റുവേഷനിൽ ബോൾ ഓവർ ദ ടോപ്പ് വരുന്നു. കൊണാട്ടെ ഫൗൾ ചെയ്യുകയാണ് അവിടെ റൊമേറോനെ. യുവർ ടീം ഹാസ് വോൺ എ ഫ്രീ കിക്ക്. ഡേഞ്ചറസ് ഏരിയ തന്നെയാണ്. ആ ഫ്രീ കിക്കിൽ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള ഒരു പ്ലെയറുമാണ് ബോക്സിലോട്ട് വരുമ്പോഴേക്ക് റൊമേറോ. അവിടെ റൊമേറോനെ ഫൗൾ ചെയ്യുന്ന ഫ്രസ്ട്രേഷനിൽ ആൾ എണ്ണിക്കുന്നതിനിടയ്ക്ക് കൊണാട്ടയുടെ കയ്യിലോട്ട് ജസ്റ്റ് ഒന്ന് ചെറിയൊരു ഇതുപോലെ ചവിട്ടുന്ന നമുക്ക് കാണാം. അനാവശ്യമായിട്ട് ഇതൊരു ക്യാപ്റ്റൻ ഒന്നും ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. ബിക്കോസ് റിയലി ബാഡ് പീസ് ഓഫ് തിങ് തന്നെ പറയേണ്ടി വരും. അവിടെ 6 സെക്കൻഡ് എല്ലോ വാങ്ങിക്കുന്നു, റെഡ് കാർഡ് കിട്ടുന്നു, 9 പേര് വെച്ചെടുക്കുന്നു. ഊനോസ് അവിടെ 7 മിനിറ്റോട് ഇനിയും കളിയുണ്ട് ആഡ് ഓൺ ടൈമിൽ. ഇനി ക്രോസ് ബോക്സിലോട്ട് വന്നു, അല്ലെങ്കിൽ ആ ഒരു ഫ്രീ കിക്ക് സിറ്റുവേഷൻ ഒരു ഡേഞ്ചറസ് സിറ്റുവേഷൻ ആയി മാക്കിയ ഹൂനോസ്, അല്ലെങ്കിൽ ഒരു കോർണർ കിക്ക് വിൻ ചെയ്തു, അല്ലെങ്കിൽ ഒരു ക്രോസ് ബോക്സിലോട്ട് വന്നു. അവിടെ 9 പേരെ ചുരുങ്ങിയ ശേഷം പിന്നെ സ്പേഴ്സിന് കാര്യമായിട്ടൊന്നും ചെയ്യാനും പറ്റില്ല ലാസ്റ്റ് 7 മിനിറ്റ്. സോ അവിടെ റൊമേറോ ശരിക്കും ഫസ്റ്റ് ഗോളിൽ റൊമേറോയുടെ മിസ്റ്റേക്ക് ഉണ്ട്, അതുപോട്ടെ. പക്ഷെ ആ സെക്കൻഡ് ആ റെഡ് കാർഡ് വാങ്ങിച്ച സിറ്റുവേഷൻ അത് ഭയങ്കര ചൈൽഡിഷ് ആയി പറയാതിരിക്കാൻ വയ്യ. സോ ഇതൊക്കെയാണ് ഇന്നലെ നടന്ന സംഭവങ്ങളും മറ്റുമൊക്കെ. നമുക്ക് നോക്കാം കാര്യങ്ങൾ എങ്ങനെ പോകുന്നത്. എന്താണ് നിങ്ങൾക്ക് ഓവറോൾ തോന്നുന്നുള്ള ഒരു ഒപ്പീനിയൻ? ഐ തിങ്ക് ഇത് 40 മിനിറ്റോളം ഈ വീഡിയോ ഉണ്ട്. ഇത് ഇത്രയും ഫുള്ള് കേട്ടവർക്ക് എല്ലാം താങ്ക്സ് അലോട്ട്. എത്ര പേര് ഇത് ഫുള്ള് കണ്ടു എന്നൊന്ന് കമൻറ്റ് ചെയ്യാൻ ബി ഗ്രേറ്റ് ടു സി. കാരണം എനിക്ക് തോന്നുന്നത് ഏറ്റവും ലോങ്ങസ്റ്റ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇത്. ഞാൻ 2 സെക്കൻഡ് ചാനലിൽ അപ്ലോഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല, ഒറ്റ സ്ട്രെച്ചിൽ അങ്ങ് ചെയ്യാമെന്ന് ഓർത്തു. സോ താങ്ക് യു ഓൾ ഫോർ യുവർ സപ്പോർട്ട്. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് പ്ലീസ് ലൈക്ക് ദ വീഡിയോ, സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാം. അതുവരേക്കും